ഇന്നത്തെ ക്ലാസ്. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, സിൻസ് ഇസ് ദ ഫസ്റ്റ് ക്ലാസ്. സോ മൈ നെയിം ഇസ് അനഘ ആൻഡ് ഐ ഹാവ് ക്ലിയർഡ് UGC NET in 2023 and UGC NET JRF in 2024 in social work. ആൻഡ് ഇപ്പോൾ ഞാൻ കറന്റ്ലി ഇവിടെ IIM ബാംഗ്ലൂരിൽ പ്രീഡോക് ഫെലോഷിപ്പ് ചെയ്യാണ്. സോ ദിസ് ഇസ് മീ. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇത് ബേസിക് ആണ്. ഓൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരും JRFന് വേണ്ടി എയിം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ. സോ പക്ഷെ അതിലും കുറച്ച് പേര് പുതിയതായിട്ട് ന്യൂ കമേഴ്സ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് വളരെ ബേസിക് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ UGC നെറ്റിന്റെ പേപ്പർ 1-ലെ 4ാമത്തെ ചാപ്റ്റർ ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിലെ സിലബസ്, അതായത് UGC അവരുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത് ഇത്രയുമാണ്. സിലബസ് എന്ന് പറഞ്ഞിട്ട്, അതായത് കമ്മ്യൂണിക്കേഷൻ, മീനിങ് ആൻഡ് ടൈപ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് കഴിഞ്ഞാൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്താ, വെർബൽ, നോൺ വെർബൽ, ഇന്റർ കൾച്ചറൽ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. അത് കഴിഞ്ഞതിന് ശേഷം ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി. ഈ സിലബസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, റാൻഡം, ലൈക്ക് വളരെ ജനറിക് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ അണ്ടറിൽ എന്തൊക്കെ വരും, എന്തൊക്കെയാണ് ഇതിന്റെ സബ് ടോപ്പിക്സ് എന്നൊക്കെയുള്ളത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ നമ്മൾക്ക് ഇത് മാത്രം കാണുന്ന സമയത്ത് മീനിങ് അല്ലെങ്കിൽ ഡെഫിനിഷൻ അത് മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ മുന്നേ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം, കമ്മ്യൂണിക്കേഷനിൽ ഒരു എന്താ പറയാ, ഒരു സ്കോർ ചെയ്യാൻ, കമ്മ്യൂണിക്കേഷൻ പാർട്ടിൽ നിന്ന് സ്കോർ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. സോ സിലബസ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതിൽ വരുന്ന ടേംസ്, ജാർഗൻസ് അങ്ങനെയൊക്കെ നോക്കിയിട്ടായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ വരേണ്ടത്. പക്ഷെ എന്നിരുന്നാലും ഈ പറയുന്ന ഈ ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ വളരെ ഈസിയാണ്. എന്താ അത് അങ്ങനെ, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ എന്താ പറയാ, ഡെയിലി ബേസിൽ ജനിച്ചപ്പോ തൊട്ട് ഇന്ന് വരെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്കിത് ഏലിയനേറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഒന്നുമില്ല. ഇപ്പൊ നിങ്ങൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ ഏത് എടുത്തു കഴിഞ്ഞാലും, വേറെ ഏത് ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാലും, ഇറ്റ്സ് ന്യൂ ടു അസ്. ചില കുറെ പേർക്ക് അതൊക്കെ പുതുതായിട്ടായിരിക്കും കേൾക്കാൻ പോകുന്നത്. പക്ഷെ ഇത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന, അതിന് കുറച്ചും കൂടെ സ്ട്രക്ചേർഡും ഓർഗനൈസ്ഡും ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ വളരെ കോമൺ ആയിട്ടും നമ്മൾ എപ്പോഴും ചെയ്തു വരുന്നത് കൊണ്ട് തന്നെ നമുക്കിതിൽ നമ്മുടെ ലോജിക്കും നമ്മുടെ എന്താ പറയുക പ്രസൻസ് ഓഫ് മൈൻഡും യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഹാഫ് ഓഫ് ദ ക്വസ്റ്റ്യൻ, ഇപ്പോൾ UGC നെറ്റിലെ സിലബസ് പ്രകാരം ഒരു ചാപ്റ്ററിന് 5 ക്വസ്റ്റ്യൻ ആണുള്ളത്, അതായത് 10 മാർക്ക്. ഇതിൽ തന്നെ ഹാഫ് ഓഫ് ദ ക്വസ്റ്റ്യൻ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും മോസ്റ്റ് പ്രോബബ്ലി. സോ നമ്മുടെ അപ്രോച്ചും അങ്ങനെ തന്നെ ആയിരിക്കണം. നെറ്റ് ഒരു എന്താ പറയാ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ട രീതി ഡിഫറെന്റ് ആണ്. അത് ഇതുവരെയുള്ള ഹലോ ഐ എം ഓഡിബിൾ റൈറ്റ്? ഹലോ സർ, ഓഡിബിൾ അല്ലേ? ഒടിപിയാണ്. ഓക്കെ ഓക്കെ. സോ ഇത് നമ്മുടെ അപ്രോച്ചും ഡിഫറെന്റ് ആയിരിക്കണം. അത് ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കമ്മ്യൂണിക്കേഷനുള്ള അതിന്റെ അപ്രോച്ച് എന്താണെന്നുള്ളത് വരും സെഷൻസിലോ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ തന്നെ വരും സ്ലൈഡ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കുറച്ച് PYQs വെച്ചാണ്. സോ ഫസ്റ്റ് ഈ PYQs ഞാൻ സ്ക്രീനിൽ കാണിക്കാം, നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് അതിന്റെ അപ്രോച്ച് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണ് അത് അപ്രോച്ച് ചെയ്യേണ്ടത്. നമ്മൾ ആ ഒരു എന്താ പറയാ, യൂഷ്വലി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് PYQs ചെയ്യാറാണ് പതിവ്. നമുക്കൊന്ന് റിവേഴ്സിൽ നോക്കി നോക്കാം. ഈ ഒരു പ്രോസസ് കൊണ്ട് 2 കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് നമ്മുടെ PYQs പരിചയപ്പെടുക എന്നുള്ളതും, 2 നമ്മൾ എത്ര തന്നെ പഠിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാലും, ലൈക്ക് നമ്മൾ ഫുള്ളി സിലബസ് കവേർഡ് ആയിട്ട് പോയി തന്നെ കഴിഞ്ഞാലും, അങ്ങനെയൊന്നും സംഭവിക്കുന്നത് വളരെ റെയർ ആണ്. അങ്ങനെ പോയി കഴിഞ്ഞാലും
നമ്മൾക്ക് വേണ്ടി അവർ സർപ്രൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്, ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആയി പോകാൻ പറ്റില്ല, നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂല. സോ അങ്ങനത്തെ അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ഡീൽ ചെയ്യാന്നുള്ളതും ഈ ഒരു ഫസ്റ്റ് ഞാൻ ഒരു 10 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ 10 ക്വസ്റ്റ്യൻസിനുള്ളിൽ നമുക്ക് ആ ഒരു അത് വെച്ചിട്ട് നമുക്ക് പിന്നെ സിലബസിലേക്ക് പോവാം, നമുക്കൊന്ന് റിവേഴ്സ് പിടിച്ചു നോക്കാം. അതായിരിക്കും കുറച്ചും കൂടെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ എന്റെ അനുഭവത്തിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ആണ്. സോ എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ സ്ക്രീനിൽ ക്വസ്റ്റ്യൻസ് കാണിക്കാം. ഒരു 30 സെക്കൻഡ് ഓർ 1 മിനിറ്റ് എടുത്തിട്ട് അത് സോൾവ് ചെയ്ത് നിങ്ങളൊന്ന് ആൻസർ പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ സോൾവിങ് മെത്തേഡ് ഒന്ന് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ വിശ്വാസം. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ആൻസർ ഒന്ന് ഷെയർ ചെയ്താൽ മതി. ഓക്കെ, സോ സോറി, ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു 1 മിനിറ്റ്, 1 മിനിറ്റ് വേണ്ട, ഇതിന് ഒരു 30 സെക്കൻഡ് എടുത്തിട്ടാകുമ്പോൾ നമുക്ക് ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നിങ്ങളിപ്പോൾ ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഓഡിയോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എനിക്ക് വളരെ ഉപകാരമായിരിക്കും, ഞാൻ ചാറ്റ് നോക്കി പോവണ്ട. ഈ ചാറ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സോ രണ്ടുപേര് സി എന്ന് ഉത്തരം തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. സോറി, സോ ആൻസർ ഇസ് സി, റൈറ്റ് ആണ്. ലൈക് ആൻസർ ചെയ്ത രണ്ടുപേരുടെ ആൻസർ റൈറ്റ് ആണ്. ബാക്കിയുള്ളവർ ചെയ്തിട്ടുണ്ടാവും, ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ ലൈക് ഓൺലൈൻ ക്ലാസ്സിൽ ഉണ്ടാകുന്ന ആ ഒരു ഹെസിറ്റേഷൻ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അഥവാ ഇനി ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാ ഒരു എക്സാം ഹാളിൽ പോയി നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് ഞാൻ പറയാം. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഫീച്ചേഴ്സ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ? ഓക്കെ, സോ ഇതിപ്പോ നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല, നമ്മൾ കേട്ടിട്ടില്ല, നമ്മൾ ഫസ്റ്റ് ടൈം വിത്തൗട്ട് എനി സിലബസ് നോക്കാണ്ടൊക്കെ ജസ്റ്റ് ഒരു അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റിന് പോകുന്നവരാണെങ്കിൽ പോലും ഈ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടത് മാസ് കമ്മ്യൂണിക്കേഷൻ, അതാണ് ഇവിടുത്തെ കീവേഡ്. സോ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് കുറെ പേരായിട്ട്, അതായത് കുറെ എലമെന്റ്സ് ഉണ്ട്, അതായത് രണ്ടുപേരുള്ള കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഒരാളുള്ള കമ്മ്യൂണിക്കേഷനോ ഒന്നല്ല, കുറെ പേരുണ്ട് എന്നുള്ളത് ആ വേർഡ് തന്നെ പർട്ടിക്കുലർ ആണ്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്ഷൻസ് നോക്കുക. അതായത് ഈ മാസ് കമ്മ്യൂണിക്കേഷന് അല്ലാണ്ട് മാസ് കമ്മ്യൂണിക്കേഷന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാതിരിക്കാൻ 100% ചാൻസ് ഉള്ള ഒരു ഓപ്ഷൻ നമ്മൾ നോക്കുക. ഫേസ് ടു ഫേസ്, അത് മാസ് കമ്മ്യൂണിക്കേഷൻ ഫേസ് ടു ഫേസ് ആവാൻ നമുക്ക് അറിയില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആവാം. പക്ഷെ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ, പ്രൈവറ്റ്. ഒരിക്കലും ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ആവൂല. അത് ഭയങ്കര വളരെ കോമൺ സെൻസ് ഉള്ളതാണ്. മാസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ തന്നെ അത് പബ്ലിക് ആണ്, പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അത് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയില്ല. സോ ആ ഓപ്ഷൻ അപ്പൊ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആ ഓപ്ഷനുള്ള, അത് നമുക്ക് 100% ഷുവർ ആണ് ആ ഓപ്ഷൻ ഇല്ല എന്നുള്ളത്. ഐ നോ ദിസ് ഇസ് വെരി ബേസിക്. ചില ആൾക്കാർക്ക് ഇതൊക്കെ നമ്മൾ ഓവർ ദ ടൈം ഒബ്ജക്റ്റീവ് എക്സാം എഴുതിയവർക്ക് ഇതൊക്കെ വളരെ എന്താ പറയുക നോർമൽ ആയിട്ടുള്ള കാര്യമാണെന്ന് അറിയാം. ബട്ട് സ്റ്റിൽ ഫോർ ദ പുതുതായിട്ട് പുതുതായിട്ടുള്ള ആൾക്കാർക്ക് കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ ദിസ് പ്രൈവറ്റ് എന്ത് ചെയ്യാ, ഫസ്റ്റ് തന്നെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാം. ബി ഉള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്താൽ തന്നെ പിന്നെ നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും നമ്മൾ വായിക്കണ്ട. സി എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ആൻസർ വന്നു, വേണമെങ്കിലും ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യാം എന്നല്ലാണ്ട് പബ്ലിക് ആണ്, റാപ്പിഡ് ആണ്, ഫ്രം പ്രൊഫഷണൽ സോഴ്സ് ആണെന്ന് നമുക്ക് പറയാം. നമുക്ക് അവിടെ ഷുവർ ആണ് ആൻസർ. അല്ലെങ്കിൽ തന്നെയും ഇവിടെ നമുക്ക് ബിയും സിയും പബ്ലിക്കും പ്രൈവറ്റും കോൺട്രഡിക്റ്റിംഗ് വേർഡ് ആണ്. സോ ബിയും സിയും വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും പറ്റില്ല. ഓക്കെ, ഒരു 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 ഒരു
കമ്മ്യൂണിക്കേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ആവുക എന്ന് പറയുന്നത് വളരെ ഉം, എന്താ പറയാ പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ് ലോജിക്കലി നോക്കുന്ന സമയത്ത്. സോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ഓപ്ഷനെ സോറി ഈ ഒരു ക്വസ്റ്റ്യനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് സീറോ ഐഡിയ, നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ പോലും എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് വായിക്കാൻ നോക്കുക. ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ആ ക്വസ്റ്റ്യൻസ് ഉള്ള വേർഡ്സിൽ നമുക്ക് അറിയുന്ന മീനിങ് അതിന് കൊടുക്കുക. അതിനനുസരിച്ച് നമ്മുടെ എന്താ പറയാ നമ്മൾ ഗസ് ചെയ്യാറില്ലേ, ഈ ഗസ് നമ്മൾ ലോജിക്കൽ ഗസ് ആക്കാൻ നോക്കുക. അതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇതിൽ നിന്ന് പറഞ്ഞാൽ എലിമിനേഷൻ ചെയ്യാം. ബാക്കി മൂന്ന് ഓപ്ഷൻസ് ഡയറക്റ്റ് എലിമിനേറ്റ് ആയി പോകും, സിയിലേക്ക് നമ്മൾ ആൻസർ എത്തും. സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് വിസിബിൾ. 10:12 ഒരു 13 ആകുമ്പോഴേക്കും നമുക്ക് അടുത്ത ഡിസ്കഷൻ നോക്കാം. ചാറ്റ് ബോക്സിൽ രണ്ട് ആൻസർ വന്നിട്ടുണ്ട്. സി. ഇല്ലില്ല, ആരും ആൻസർ ചെയ്തിട്ടില്ലല്ലോ. ജസ്റ്റ് ട്രൈ ചെയ്യുള്ളൂ. നമ്മൾ ഇതിപ്പോ ഇവിടെ ഇപ്പൊ ആരും നിങ്ങൾക്ക് മാർക്കൊന്നും ഇടുന്നില്ല. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇതെന്താണെന്നും ഞാൻ പറഞ്ഞില്ലേ, കൺസെപ്റ്റ് ഒന്നും നിങ്ങൾക്ക് അറിയില്ല എന്ന് എനിക്കറിയാം. പക്ഷെ വിത്ത് ക്വസ്റ്റ്യൻസ് ഓൺലി. ഓക്കെ, ടു ആൻസർ സി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ആൻസർ എന്താണ്. സോറി സോറി. ഓക്കെ, ആൻസർ ബി ആണ്. ഇറ്റ്സ് ഓക്കെ, തെറ്റിപ്പോയാലും കുഴപ്പമില്ല. ഇത് പറഞ്ഞില്ലേ, നമ്മൾ ഒരു കൺസെപ്റ്റ് പഠിക്കാണ്ട് ജസ്റ്റ് നമ്മുടെ ലോജിക്ക്, നമ്മുടെ എന്താ പറയാ ലോജിക്ക് മാത്രം ടെസ്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് മാത്രം പറയുന്ന വേണ്ടിയിട്ടുള്ള സെഷൻ ആണ്. സോ കുഴപ്പമില്ല. ഓക്കെ, ദ ക്വസ്റ്റ്യൻ ഈസ് given below that are two statements. Statement one, the circular model of communication does not favor feedback. And statement two, the linear model of communication demands continuity of communication and enables immediate feedback. ഇതിലിവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം, അതായത് ഒന്നും അറിയില്ലെങ്കിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്താണ്, സർക്കുലർ മോഡൽ. സർക്കുലർ മോഡൽ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് അതിന്റെ ഒരു ഇത്. ഒരു ഒരു മോഡലാണ് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ ഒരു മോഡൽ, സർക്കുലർ മോഡൽ, അതൊക്കെ നമുക്ക് ആ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും. സോ ഇറ്റ്സ് റൗണ്ട്. റൗണ്ട് എന്ന് വെച്ചാൽ എന്താ, കണ്ടിന്യൂറ്റി ആണ്. അങ്ങനെയുള്ള ഒരു മോഡൽ ഒരിക്കലും ലൈക്ക് എവിടെയും നമ്മളത് ബ്രേക്ക് ആവുന്നില്ല. ദാറ്റ് മീൻസ് ദർ വിൽ ബി ഫീഡ്ബാക്ക്, ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഫീഡ്ബാക്ക്. ഇവിടെ ഒറ്റയടിക്ക് എന്താ പറയാ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് പറയാണ്, ഡസ് നോട്ട് ഫേവർ എ ഫീഡ്ബാക്ക്. ഓക്കെ, സർക്കുലർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡസ് നോട്ട് ഫേവർ എ ഫീഡ്ബാക്ക്. ഒറ്റയടിക്ക് അങ്ങ് പറയുന്ന സമയത്ത് നമ്മൾ ലോജിക്കലി ആലോചിച്ചു, റൗണ്ട് ആണ്, എവിടെ ഒരു ബ്രേക്ക് വരുന്നില്ല, അത് ശരിയാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. നെക്സ്റ്റ് എടുക്കുക, ലീനിയർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിമാൻഡ്സ് കണ്ടിന്യൂറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എനേബിൾസ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്. ഇവൻ നമുക്ക് എന്താണ് ലീനിയർ മോഡൽ ഒന്നും അറിയില്ലെങ്കിലും, ലീനിയർ വൺ പോയിന്റ് നിന്ന് അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്, അതിലൊരു ഫീഡ്ബാക്കിന്റെ ചാൻസ്, അതായത് റിവേഴ്സ് ആയിട്ടുള്ള ഒരു ആരോ മാർക്ക് അവിടെ എവിടെയും വരാൻ ചാൻസ് വളരെ കുറവാണ്. അങ്ങനത്തെ ഒന്നില്ല. സോ ഇങ്ങനത്തെ ഒരു അസംഷൻ വെച്ചിട്ട് നമ്മൾക്ക് ഈ പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റും ഫോൾസ് ആണെന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്താൻ പറ്റും. മനസ്സിലായല്ലോ, സർക്കുലർ മോഡൽ എന്താ, ലീനിയർ മോഡൽ എന്താ, കണ്ടിന്യൂറ്റി എന്താ, ഫീഡ്ബാക്ക് എന്താ എന്നൊക്കെ നമ്മൾ പഠിക്കും. നിങ്ങൾ ആരും അതിനെപ്പറ്റി വേറെ ചെയ്യേണ്ട. ഞാൻ പറയുന്നത് ഇതുപോലത്തെ ഒരു ഫ്രഷ് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അപ്രോച്ച് ഇങ്ങനെ ആയിരിക്കണം. എന്തായാലും 150 ക്വസ്റ്റ്യനിൽ ഒരു എന്താ പറയുക, ഒരു മോർ ദാൻ 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് പുതുതായിട്ട് കേൾക്കുന്ന കാര്യമായിരിക്കും. ഇവൺ ഹൗ മച്ച് യു പ്രിപ്പയർഡ്.
സോ നമ്മുടെ അപ്രോച്ച് ഷുഡ് ബി ഇങ്ങനെ, ലൈക്ക് ബി ആണ് ആൻസർ. ഈ പറയുന്ന സർക്കുലർ മോഡൽ എന്ന് പറയുമ്പോൾ സർക്കിൾ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഡസ് നോട്ട് ഫേവർ ഫീഡ്ബാക്ക് എന്ന് പറയുന്ന സമയത്ത് അത് തെറ്റാവാനാണ് ചാൻസ്. നമ്മൾ അസംഷൻ എടുക്കുക, എന്നിട്ട് ആൻസർ പോവാം. ഈ ക്ലൂ ഞാനിപ്പോ നെറ്റിന്റെ ടിപ്സ് എന്ന് പറയുന്നത് ക്ലൂ ക്വസ്റ്റ്യനിലുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് വായിക്കുകയാണ്, എനിക്ക് സർക്കുലർ മോഡൽ അറിയില്ല, ലീനിയർ മോഡൽ എന്താണെന്ന് അറിയില്ല, പിന്നെ ഞാൻ എന്തിനാ ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നത് എന്നുള്ള ഒരു അപ്രോച്ചിൽ നമ്മൾ കയറരുത്. നമ്മൾ നെറ്റിനുള്ള അല്ലെങ്കിൽ ഇപ്പൊ ഇതിൽ കുറെ ആൾക്കാർ PhDക്ക് ക്രാക്ക് ചെയ്തിട്ട് നിൽക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ നെറ്റ് ക്രാക്ക് ചെയ്തിരിക്കുന്നതായിരിക്കും. നമ്മുടെ ആ ഒന്നോ രണ്ടോ മാർക്ക് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. സോ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. അടുത്തത്, അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന്, നമ്മൾ എത്ര പേർ പാർട്ടിസിപ്പൻസ് ഉണ്ട്? ഐ തിങ്ക് മോർ ദാൻ 50 പാർട്ടിസിപ്പൻസ് ഉണ്ട്. ആകെ രണ്ടോ മൂന്നോ പേരെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ആവാം വഴി. ഇത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾ അല്ല അത്. സോറി. ഓക്കെ, 5 റെസ്പോൺസ് ഇസ് ദർ. ഡി ഉണ്ട്, ബി ഉണ്ട്. ബിയും ഡിയും ആണ് മെയിൻ ആയിട്ട്. സോറി, അത് മുന്നേറ്റതാണ്. അപ്പൊ ഡി, രണ്ടുപേര് ഡി ആണ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ബാക്കിയുള്ളവരോ? ഓക്കെ, ഡി, ഡി, ഓക്കെ, ഡി. സോ മോസ്റ്റ് ആൻസേഴ്സ് ഡി ആണ്. എല്ലാവരും കറക്റ്റ് അതാണ്, ഡി തന്നെയാണ് ആൻസർ. എനിക്ക് നിങ്ങൾ എങ്ങനെയാണ് ഈ ആൻസറിലേക്ക് എത്തിയെന്ന് എനിക്ക് അറിയില്ല. അറിഞ്ഞിട്ടാണോ, ലൈക്ക് ഓൾറെഡി പ്രിപ്പയർഡ് ആയുള്ള അറിഞ്ഞിട്ടാണോ, അതോ ഇതുപോലെ ക്ലൂ വെച്ചിട്ടാണോ എന്ന് അറിയില്ല. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് പറയാട്ടോ. അങ്ങനത്തെ ഫ്രീ ടു അങ്ങനത്തെ ഒന്നിനും ഒരു കുഴപ്പമില്ല. വേറെ ഏതെങ്കിലും മെത്തേഡിലൂടെ പറയാന്നുണ്ടെങ്കിൽ അതും ഹെൽപ്ഫുൾ ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസ് ഓൾ അബൌട്ട് ട്രിക്ക് ആൻഡ് ലൈക്ക് എന്താ പറയുക, ടിപ്സ്. So the next question, the criteria for public service communication by media are, ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് ഇതെടുക്കുക. ഓപ്ഷൻ ലിമിറ്റ് ഓൺ ഓഡിയൻസ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. അവിടെ ഇനി ഏതോ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ അവിടെ വെക്കുക. രണ്ടാമത്തത് സബ്ജക്റ്റീവ് സ്ലാൻഡ്. ഒരു പബ്ലിക് സർവീസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റിംഗ് ടു പബ്ലിക്. അങ്ങനെ പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യം സബ്ജക്റ്റീവ് ആയി കഴിഞ്ഞാൽ, സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മൾ എന്തായാലും PG വരെ പഠിച്ചതാ. സബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഡിപ്പെൻസ് ഓൺ പേഴ്സൺ. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ബയാസിനെസ് ഒക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു സാധനം. അപ്പൊ അങ്ങനെ ബയാസ്നെസ് ഒക്കെ ഉള്ള ഒരു ഒരു എന്താ പറയുക സ്ലാൻഡിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് കഴിഞ്ഞാൽ പബ്ലിക് സർവീസ് പബ്ലിക് സർവീസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എഫക്റ്റീവ് ആവില്ല, ഗുഡ് ആവില്ല. അത് അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കുക. സോ ഇവിടെ കീവേഡ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് സ്ലാൻഡ് ആണ്. അപ്പൊ തന്നെ നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻസ് കറക്റ്റ് ചെയ്യാൻ പറ്റും, എയും ബിയും. പിന്നെ ഉള്ളത് സിയും ഡിയും ആണ്. ഇവൻ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ഡൗട്ട് നമുക്ക് ബാക്കി അറിയില്ലെങ്കിൽ പോലെ തന്നെയും ഇതില് ബാക്കിയുള്ള വേർഡ്സിനെ പറ്റിയിട്ടൊന്നും ഒരു എന്താ പറയുക ഒരു ക്ലൂ ഇല്ലെങ്കിൽ തന്നെയും 50-50 ഉണ്ട്. അതായത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റൈറ്റ് ആൻസർ ഇസ് 50-50. മുന്നേ എന്ന് പറഞ്ഞാൽ 25 ആയിരുന്നു, ഇപ്പൊ 50-50 ആയി. ഇതിൽ തന്നെ ആദ്യത്തെ നോക്കുക, ലിമിറ്റ് ഓൺ ഓഡിയൻസ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. ഇവിടെ നോക്കൂ, ഗുഡ്. ഇപ്പൊ ഞാൻ ഇതൊന്നും അറിയാണ്ട് പോയി അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ഗുഡ് പബ്ലിക് സർവീസ് കമ്മ്യൂണിക്കേഷൻ, ഗുഡ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു ലിമിറ്റ്, നമ്മൾ ഓഡിയൻസിനെ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് അത് ലൈക്ക് ഇറ്റ്സ് കോൺട്രഡിക്റ്റിങ്, ലോജിക്കലി ഇറ്റ്സ് കോൺട്രഡിക്റ്റിങ്. സോ നമ്മൾ ആ എയും കൂടെ ഒഴിവാക്കിയിട്ട്, ഞാൻ ഇത് എങ്ങനെയാ പഠിച്ച് ട്രാക്ക് ചെയ്യാന്നല്ല കേട്ടോ പറയുന്നത്, ഐ മീൻ ടിപ്സ് ആണ്. സോ ഈ പറയുന്ന ലിമിറ്റ് നോക്കുമ്പോൾ എയും കൂടെ റിമൂവ് ദ എ ഓൾസോ, ഡി ഇസ് ദ ആൻസർ. സോ ഇങ്ങനെയാണ് ഇത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. നമ്മൾ നെറ്റ് ടിപ്സ് എന്ന് പറഞ്ഞാൽ എലിമിനേഷൻ സ്ട്രാറ്റജിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്.
ഉത്തരം അറിയില്ലെങ്കിലും എലിമിനേറ്റ് ചെയ്യുക അങ്ങോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ഞാൻ ജസ്റ്റ് ടെക്നോളജി പറയാൻ, ടെക്നിക്ക് പറയാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നും കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയത്. ഓക്കെ. ഈ രണ്ട് ആൻസർ വന്നിട്ടുണ്ട്. ചെക്ക്. സി. ഓക്കെ, സി. ഓക്കെ, സി ആണ് എല്ലാവരും പറയുന്ന ആൻസർ. ചെക്ക്. സി ഇസ് ദ റൈറ്റ് ആൻസർ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ഭയങ്കര ജനറിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദ ന്യൂ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആർ പ്രൊമോട്ട് ഐഡിയോളജി ഓഫ് ലിമിറ്റ്ലെസ് കമ്മ്യൂണിക്കേഷൻ, വിച്ച് ഇസ് ആക്ച്വലി ട്രൂ. നമ്മൾക്ക് തന്നെ അറിയാം, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് 100% കറക്റ്റ് ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് വൺ ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് വണ്ണ് കറക്റ്റ് ആവുന്നത് രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, എയും സിയും. അപ്പൊ ബിയും ഡിയും അവിടെ ഓട്ടോമാറ്റിക്കലി എലിമിനേറ്റ് ആയിപ്പോയി. പിന്നെ അടുത്തത്, ദ ന്യൂ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആർ എഗനിസ്റ്റ് ഇലക്ട്രോണിക്, സോറി എനിക്ക് ആ ക്വസ്റ്റ്യൻസ് കാണുന്നില്ല. ഇലക്ട്രോണിക് എക്സ്റ്റെൻഡഡ് ഇന്ററാക്ടിവിറ്റി അമംഗ് ഇൻഡിവിജ്വൽസ്. പറ്റുമോ? നമ്മളിപ്പൊ തന്നെ ലോജിക്കാണ്, നമ്മളിപ്പൊ തന്നെ ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ത്രൂ ഡിവൈസ് ആണ്. സോ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവില്ല. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. സോ ഒബ്വിയസ്ലി സ്റ്റേറ്റ്മെന്റ് വൺ ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ടു ഈസ് ഇൻകറക്റ്റ്. ആക്ച്വലി നിങ്ങൾക്ക് കറക്റ്റ് ആവുന്ന ആൻസർ ഒന്ന് എഴുതി വെക്കുക. എത്രണ്ണം കറക്റ്റ് ആയി, എത്രണ്ണം തെറ്റായി എന്നുള്ളത് ഒന്ന് എഴുതിയിട്ട് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. വിത്തൗട്ട് ഒന്നും പഠിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്ര ക്വസ്റ്റ്യൻസ് തെറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എവിടെയാ തെറ്റിയെന്നുള്ളതൊക്കെ. ഇങ്ങനത്തെ ഒരു അനാലിസിസ് ഒക്കെ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യുന്നത് നമുക്ക് ഈസി ആയിരിക്കും. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ബേസും ഇല്ലാണ്ട് നിങ്ങൾ ഇത്ര ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആവുന്നുണ്ടെങ്കിൽ വിത്ത് സം എഫേർട്ട് നിങ്ങൾക്ക് എത്ര കണം കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, അനാലിസിസ്. ഓക്കെ, സി ആണ് വരുന്നത് ആൻസേഴ്സ്. ഓക്കെ, എവ്രി വൺ സി. ഓക്കെ, സി ലീഗൽ ഡോക്യുമെന്റേഷൻ ആണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ സി തന്നെയല്ലേ പറയുന്നത്? ഓക്കെ, ബി പറയുന്നവരുണ്ട്. ഓക്കെ, ഗുഡ്. ആൻസർ ബി ആണ്. ആൻസർ ബി ആണ്. ഇവിടെ നമുക്ക് വേറെ തരത്തിലൊന്നും എലിമിനേഷൻ പറ്റില്ല, വേറെ ഒന്നുമില്ല. നമ്മൾക്ക് ഇവിടെ ഈ ഒരു വേർഡിന് നമ്മൾക്ക് അറിയാവുന്ന മീനിങ് കൊടുക്കുക എന്നല്ലാണ്ട് വേറെ ഒരു ടെക്നിക്കും, എലിമിനേഷൻ അങ്ങനത്തെ ഒരു ടെക്നിക്കും ഇല്ല. സബ്ലിമിനൽ കമ്മ്യൂണിക്കേഷൻ ഈസ് പാർട്ട് ഓഫ് ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ, പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ, ലീഗൽ ഡോക്യുമെന്റേഷൻ, റിസർച്ച് റിപ്പോർട്ട്. പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡയാണ് എന്താണ് ആൻസർ വരുന്നത്. ഇതിപ്പോ ഇപ്പൊ എനിക്ക് ഇതൊന്നും നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ്ലി എത്ര ഞാൻ ഈ കമ്മ്യൂണിക്കേഷൻ ഫുൾ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാലും ഇങ്ങനത്തെ വേർഡൊക്കെ ചിലപ്പോൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യണമെന്നില്ല. ഇതൊക്കെ വളരെ എന്താ പറയാ
റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് എങ്ങനെ ക്രാക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വേർഡിന് നമ്മൾ സബ്ലിമിനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡിനെ നമുക്ക് നോക്കാം. ആ വേർഡിന്റെ മീനിങ്ങും ഈ പറയുന്ന താഴത്തെ മീനിങ്ങും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കുക. ഇപ്പൊ ഞാനാണെങ്കിൽ ഇതിനെ നോക്കാം, സബ് എന്ന് പറയുന്ന സമയത്ത് എന്തായാലും മെയിൻ അല്ല, മെയിനിന്റെ അണ്ടർലൈനിങ് സാധനമായിട്ടാണ് സബ് എന്റെ മനസ്സിൽ റെക്കോർഡ് ആയിരിക്കുന്നത്. സോ ഈ പറയുന്ന പോലെ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ആണെങ്കിലും ലീഗൽ ഡോക്യുമെന്റേഷൻ ആണെങ്കിലും റിസർച്ച് റിപ്പോർട്ട്സ് ആണെങ്കിലും എല്ലാം ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൊന്നും അണ്ടർ സബ് വരേണ്ട ഒരു ആവശ്യമില്ല എന്ന് ഞാൻ അങ്ങനെ അസ്യൂം ചെയ്യുകയും, അപ്പൊ പൊളിറ്റിക്കൽ, പിന്നെ നമ്മൾ പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയാ ഒരു മെയിൻ സ്ട്രീം ഒന്നും ഉണ്ടാവും, അതിന്റെ അണ്ടർലൈനിലൂടെ ഒരു കാര്യം കടത്താൻ നോക്കും. അതാണല്ലോ പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത്. സോ അതായിരിക്കും ട്രൈ ചെയ്യാന്നുള്ളത്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് ആ അണ്ടർലൈനിങ് പ്രൊപ്പഗാൻഡയ്ക്ക് അങ്ങനത്തെ ഒരു മീനിങ് ഉണ്ടെന്നും സബിന് അതൊരു മാച്ച് ആവുന്നു എന്നുള്ളതും ഇട്ട് വേണം ഇതിന്റെ ആൻസർ കാണുവാൻ ബി. സോ ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയാ ഇതിലെ ടിപ്പ് ഇതാണ് നമ്മൾ കിട്ടുന്ന, അതായത് ഈ ക്വസ്റ്റ്യനിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സിനെ നമ്മളൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിന്റെ മീനിങ് കണ്ടുപിടിച്ചിട്ട് ആ മീനിങ് ഈ പറയുന്ന ഓപ്ഷൻസിലുള്ള എന്താ പറയാ ഓപ്ഷൻസിലുള്ള വേർഡുമായിട്ട് ഒന്ന് ഇത് നോക്കുക. ആക്ച്വലി ഇതിന്റെ മീനിങ് ഇതാണ് സൈക്കോളജിയിലെ ഓഫ് സിമിലസ് ഓർ മെന്റൽ പ്രോസസ് ബിലോ. സോറി, എനിക്ക് ഇത് എന്റെ നിങ്ങളുടെ ചാറ്റ് ഇവിടെ കാണുന്നതുകൊണ്ട് ഇത് വായിക്കാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് അത് വായിക്കാൻ പറ്റുന്നുണ്ട്. മീനിങ് ഇതാണ്. ഓക്കെ. Of stimulus or mental process below the threshold of sensational consciousness perceived by affecting someone's mind without their being aware of it. അത് തന്നെയാണല്ലോ പ്രൊപ്പഗൻഡ എന്ന് പറയുന്നതാണല്ലോ നമ്മൾ അറിയാണ്ട് നമ്മുടെ ഇതിലേക്ക് കുത്തിക്കയറ്റുക. സോ അങ്ങനെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും അതിനെ അപ്രോച്ച് ചെയ്യാം. സോ ഞാനിതിന് ഒരു 10 ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. സിൻസ് ഇസ് ദ ഫസ്റ്റ് ക്ലാസ്, ഇനി ഒരു 5 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. മേ ബി നമുക്കിത് നാളെ ഇനി നെക്സ്റ്റ് സെഷനിൽ ഈ 5 ക്വസ്റ്റ്യനും കൂടെ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് കണ്ടന്റിലേക്ക് പോവാം ഇനി. ഓക്കെ. സോ 5 ക്വസ്റ്റ്യൻ വന്നതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്. ഇനി നമുക്ക് ബേസിക് ആയിട്ട് തുടങ്ങാം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, അതിൽ ഇത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല. പിന്നെ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ വേർഡ്സ് എന്താ പറയാ വേർഡ്സിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ജാഗൻസ് വന്നാൽ മാത്രമേ അത്ര ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. ബാക്കിയൊക്കെ വളരെ ബേസിക് ആണ്. ഈ ചാപ്റ്റർ മൊത്തം ഇങ്ങനെ തന്നെയാണ്. പിന്നെ സോറി, പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയത്, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യൻ എടുത്തോ. ഇതും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അതായത് ഇപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. എത്ര പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തോ അത്രയും നിങ്ങൾക്ക് എന്താ പറയാ ഹെൽപ്ഫുൾ ആയിരിക്കും എക്സാം ക്രാക്ക് ചെയ്യാൻ. ബി ഫോർ പേപ്പർ 1 പേപ്പർ 2 രണ്ടിനും ഇത് അപ്ലിക്കബിൾ ആണ്. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഫീഡ്ബാക്ക് ഇസ് ഇമ്മീഡിയറ്റ് ഇൻ ഡാഷ് കമ്മ്യൂണിക്കേഷൻ, അതിൽ ആൻസർ വരെ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ അവിടെ നിർത്തരുത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓപ്ഷൻസിലെ ബാക്കി കാര്യങ്ങളും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക. ഗൂഗിളിൽ ഫസ്റ്റ് വരുന്ന വിക്കിപീഡിയ, അതിന്റെ താഴെ വരുന്ന അല്ലെങ്കിൽ ചാറ്റ് GPT ആണോ ഏതാണോ ഉള്ളത് അത് വരുന്ന അതിന്റെ അതിനെ പറ്റിയിട്ടുള്ള, അതായത് ആ ബാക്കി 3 ഓപ്ഷനെ പറ്റിയിട്ടുള്ള മിനിമം ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യുക. ഇങ്ങനെയാണ്, എനിക്കറിയില്ല നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ PYQs സോൾവ് ചെയ്യാന്നുള്ളത്. പക്ഷെ PYQs മാത്രം സോൾവ് ചെയ്തിട്ട് നെറ്റും JRF ക്രാക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. സോ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാണ് ദാറ്റ് ഹെൽപ്സ്. ബിക്കോസ് ഇവൻ ഇൻ പേപ്പർ 1 നിങ്ങൾ ഡിഫറെന്റ് പേപ്പർ 2 ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. നിങ്ങൾ ഒരു 4 വർഷത്തെ PYQs എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു വർഷത്തെ ക്വസ്റ്റ്യൻസിലെ ഓപ്ഷൻസ് എന്നാണ് അടുത്ത വർഷത്തെ ക്വസ്റ്റ്യൻസ് തന്നെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. സോ ഇപ്പൊ ഫേസ് ടു ഫേസ് നമ്മൾക്ക് അറിഞ്ഞാലും എന്താണ് പ്രിന്റ്, എന്താണ് ബ്രോഡ്കാസ്റ്റ്, എന്താണ് ടോപ്പ് ഡൗൺ എന്നുള്ളത് നമ്മളൊന്ന് എടുത്തു വെക്കുക. അങ്ങനെയായിരിക്കണം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ആൻസർ കിട്ടിയെന്ന് വെച്ചിട്ട് നമ്മൾ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. അതും കൂടെ എനിക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന മെത്തേഡിൽ പറയാനുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഇസ് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ബേസിക് ആണ്. കമ്മ്യൂണിക്കേഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച്
ഇൻഫോർമേഷൻ ഇസ് ട്രാൻസ്മിറ്റഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ബിറ്റ്വീൻ ടു ഓർ മോർ പീപ്പിൾ. അതായത് കീവേഡ്സ് ഇതൊക്കെയാണ്: ഇൻഫർമേഷൻ, ട്രാൻസ്മിറ്റഡ് ആൻഡ് അത് അണ്ടർസ്റ്റുഡ്, മനസ്സിലാക്കുകയും ചെയ്യണം ബിറ്റ്വീൻ ടു ഓർ മോർ പീപ്പിൾ. ടു ഓർ മോർ പീപ്പിൾ തന്നെ ആണെന്നില്ല, അതിലൊരു നമ്മളിപ്പോ കമ്മ്യൂണിക്കേഷൻ ഒരു സബ് കാറ്റഗറി പഠിക്കും, ഇൻട്രാപേഴ്സണൽ. അത് നമ്മളോട് തന്നെയുള്ളതാണ്. സോ കമ്മ്യൂണിക്കേഷന്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനേഷൻ ഇതാണ്. ഈ വേർഡ് ഇതൊന്നും ഡെഫിനേഷൻ ഒന്നും ബൈ ഹാർട്ട് പഠിക്കരുത്. പിന്നെ എവിടെയെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഓദർ തന്നിട്ടുള്ള ഡെഫിനേഷൻ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ഓദർ തന്ന ഡെഫിനേഷൻ ആണെങ്കിൽ അതിന്റെ കീവേഡ്സ് മാത്രം നോക്കി വെച്ചേക്കുക. ഇങ്ങനത്തെ ഡെഫിനേഷൻ ഒന്നും കാണാതെ പഠിക്കുന്ന ജസ്റ്റ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പൊ ചെയ്തു വന്ന 5 ക്വസ്റ്റ്യൻസിൽ നമുക്ക് മനസ്സിലായല്ലോ, നമ്മുടെ ബേസിക് വേർഡ് മീനിങ്, ബേസിക് വൊക്കാബുലറി, ഇംഗ്ലീഷ് മീനിങ്ങും മാത്രം മതി നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ. സോ പഠിക്കണ്ട. The word itself is derived from Latin verb communicate, which means to share, to make common. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ഇവർ ഓപ്ഷനിൽ ചിലപ്പോ അത്രക്കൊന്നും ഈസി ആയിട്ട് ഇപ്പൊ ആരും ചോദിക്കാറില്ല. അഥവാ ലക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ലാറ്റിന് പകരം ഗ്രീക്ക് കൊടുത്തിട്ട് ഓപ്ഷൻ തെറ്റിച്ചേക്കാം. സോ അത് ഒന്ന് ഇമ്പോർട്ടന്റ് ആക്കി എടുക്കുക, നോട്ട് ചെയ്യുക. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാറ്റിൻ എടുക്കുക. ടു എന്താണ് മീനിങ് എന്താണ്? ടു ഷെയർ ഓർ ടു മേക്ക് കോമൺ. അടുത്തത് ഈ ഒരു ബെർലോ മോഡൽ നമ്മൾ പഠിക്കും. ഇനി വരുന്ന ക്ലാസ്സുകളിൽ താഴെ പഠിക്കും. ബെർലോ ട്രൈ ടു എക്സ്പ്ലെയിൻ കമ്മ്യൂണിക്കേഷൻ ആസ് SR മോഡൽ. അത് ഒരു ടൈപ്പ് ഓഫ് മോഡലാണ്. നമ്മളൊരു 3 ടൈപ്പ് മോഡൽ, അങ്ങനെ 3 ടൈപ്പിൽ സബ് കാറ്റഗറീസ് ഉണ്ട്. അങ്ങനെ ഒരു മൊത്തത്തിൽ ഒരു 6-7 മോഡൽ പഠിക്കും. ആ മോഡലിൽ ഒരു മോഡലാണ് ഈ SR മോഡൽ എന്ന് പറയുന്നത്. അതിൽ സെൻഡർ റിസീവർ മോഡൽ, വേർ സെൻഡർ സ്റ്റാൻഡ്സ് ഫോർ സ്റ്റിമുലസ്, റിസീവർ സ്റ്റാൻഡ്സ് ഫോർ റെസ്പോൺസ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ നമ്മൾ ഈ പറയുന്ന എന്താണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലുള്ള 2 പേരാണ് സെൻഡർ, റിസീവർ. സെൻഡർ എന്ന് വെച്ചാൽ അയക്കുന്ന ആൾ, റിസീവർ എന്ന് വെച്ചാൽ അതൊക്കെ ലൈക്ക് ആ കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യുന്ന ആൾ. അല്ലാണ്ട് അത് വേറെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒന്നുമില്ല. ദിസ് വാസ് ലേറ്റർ എക്സ്റ്റെൻഡഡ് ടു SMCR മോഡൽ. അത് നമ്മൾ പിന്നത്തെ ഇതിൽ പഠിക്കും. ഈ ഒരു സൈഡിൽ നിന്ന് ആകെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് മാത്രം ലാറ്റിൻ വെർബ്. ലാറ്റിൻ ആണ്, ഗ്രീക്ക് അല്ല. ബേസിക്കലി നമ്മൾ കൺഫ്യൂസ് ചെയ്യുക ഗ്രീക്ക് ലാറ്റിനിലാണ്. സോ ലാറ്റിൻ വേർഡ് ആണ് ടു ഷെയർ, ടു കോമൺ. അത് മാത്രം നോട്ട് ചെയ്യാം. സോ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ എന്തൊക്കെ ഉൾപ്പെടും? ഇതാണ് ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ഇത് സോറി ആൾക്കാരുണ്ട്, 2 എലമെന്റ്. വൺ ഇസ് സെൻഡർ, അതർ വൺ ഇസ് റിസീവർ. ആൻഡ് അവരുടെ ഇടയിൽ ഇത്രയും പ്രോസസ്സ് നടക്കും. ഇത്രയും ടേംസ് ഉണ്ട്. ഇതെന്താണ്, ഓരോ ടേമും എന്താ മീൻ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതായത് സെൻഡറിന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഞാനാണ് സെൻഡർ എങ്കിൽ എൻ്റെ അടുത്ത് ഒരു മെസ്സേജ് ഉണ്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് എൻ്റെ മെസ്സേജ് എന്ന് വിചാരിച്ചു. ദ സെൻഡർ ഹാസ് എൻ ഐഡിയ ഓർ ഇൻഫർമേഷൻ ദേ വാണ്ട് ടു ഷെയർ. എനിക്ക് ഈ ഒരു ഐഡിയ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. ഈ ഷെയർ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ എൻകോഡിങ്. നോട്ട് ദ പോയിന്റ്, എൻകോഡിങ്. വേറൊരു സാധനം താഴെ ഉണ്ട്, ഡീകോഡിങ്. അത് സാധാരണയുള്ള വളരെ എന്താ പറയുക, ജനറിക് ആയിട്ടുള്ള ടേം ആണ്. എൻകോഡ് ചെയ്യാന്ന് വെച്ചാൽ സെൻഡർ കൺവേർട്സ് ദ ഐഡിയ ഇൻ ടു മെസ്സേജ് യൂസിങ് വേർഡ്സ് ആൻഡ് സിമ്പിൾസ് ഓർ ജസ്റ്റേഴ്സ്. അതായത് എനിക്ക് കൺവേ ചെയ്യേണ്ട കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്ന ഒരു ഐഡിയന ഞാൻ എന്ത് ചെയ്തു, വേർഡ്സിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജസ്റ്റേഴ്സ്, സിമ്പിൾസ്. ഞാൻ സിമ്പിൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ. ആൾക്കാരുടെ പേര്, ഫോട്ടോ കൊടുത്തു, എഴുതി, സിമ്പിൾ കൊടുത്തു, വേർഡ്സ് കൊടുത്തു. ഇതൊക്കെ യൂസ് ചെയ്യും. എക്സ്ക്യൂസ് മീ, അനീസിന്റെ ഓഡിയോ ഓപ്പൺ ആണ്, ഒന്ന് മ്യൂട്ട് ചെയ്യുവോ? അല്ലേ? ഓക്കെ. സോ നമ്മളിത് എൻകോഡ് ചെയ്യും. സെൻഡർ കൺവേർട്സ് ദ ഐഡിയ ഇൻ ടു മെസ്സേജ് യൂസിങ് വേർഡ്സ്, സിമ്പിൾസ് ആൻഡ് ജസ്റ്റേഴ്സ്. എൻകോഡിങ് ആ ഒരു പ്രോസസ്സാണ്. ആ എൻകോഡ് ചെയ്ത മെസ്സേജ് എന്ത് ചെയ്യും, ഒരു ചാനലിലൂടെ ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് ട്രാൻസ്മിഷൻ ഓർ ചാനൽ എന്ന് പറയുന്നത്. ദ മെസ്സേജ് ഈസ് സെൻഡ് ത്രൂ എ മീഡിയം ലൈക്ക് സ്പീച്ച്, ടെക്സ്റ്റ്, ഇമെയിൽ എക്സെട്ര. ഇപ്പൊ ഇവിടെയാന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലൈവ് ക്ലാസ്സിലൂടെ ഞാൻ അത് ട്രാൻസ്മിറ്റ് ചെയ്തു, സൂം മീറ്റിംഗ്. സോ ഇതാണ് ഇവിടുത്തെ ചാനല്. സോ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് 3ാമത്തെ സ്റ്റെപ്പ്.
ഇനി ഈ പറയുന്ന ഞാൻ നിങ്ങൾക്കത് ട്രാൻസ്മിറ്റ് ചെയ്ത് അവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ നോളജ്, നിങ്ങളുടെ ഇത് വെച്ചിട്ട് അതിനെ ഡീകോഡ് ചെയ്യും. ദ റിസീവർ ഇന്റർപ്രറ്റ്സ് ഓർ അണ്ടർസ്റ്റാൻഡ് ദ മെസ്സേജ്. അതായത് ഇപ്പൊ ഈ പറയുന്ന സെൻഡർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പിക്ചർ കണ്ടില്ലേ? ഇത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ അത് ഡീകോഡ് ചെയ്യും. ഓക്കെ, ഇതാണ് ഇത് മീൻ ചെയ്യുന്നത്, സെൻഡർ എന്ന് പറയുന്നത് അയക്കുന്ന ആളാണെന്നുള്ളത് നിങ്ങൾ ഡീകോഡ് ചെയ്തു വരും. എന്നിട്ട് അവിടെയും വരെ തീരുന്നില്ല. ചില ചില കമ്മ്യൂണിക്കേഷൻ മോഡലിൽ അവിടം വരെ, അവിടെ കഴിഞ്ഞിട്ട് ആ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് തീരും. ബട്ട് ഇൻ ജനറൽ അവിടുന്ന് ഒരു അടുത്ത ഇതും കൂടിയുണ്ട്, ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു. അത് ഞാനത് കുറെ വേർഡ്സിൽ PPT ഒക്കെ എൻകോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇതിലൂടെ തന്നു. നിങ്ങൾ അത് ഡീകോഡ് ചെയ്തു, നിങ്ങൾ അതിന് എനിക്ക് റെസ്പോണ്ട് ചെയ്തു. സോ ഇത് ഇത്രയും അടങ്ങുന്ന ഒരു പ്രോസസ്, എന്താ പറയുക, ഇത്രയും സ്റ്റെപ്പ് അടങ്ങുന്ന ഒരു എന്താ പറയാ പ്രോസസ് ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ രണ്ടാൾക്കാരുണ്ടാവും. ആരൊക്കെയാണ്? സെൻഡറും റിസീവറും. ഹയർ ലെവൽ ഓഫ് മോഡൽ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ ഈ വേർഡ്സ് ഒക്കെ മാറും. ബട്ട് ബേസിക് ആയിട്ട് ഇതാണ്, സെൻഡറും റിസീവറും എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാൾക്കാരുണ്ട്. അവരിടയിൽ ഇത്രയും പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഈ ഓരോ പ്രോസസ്സും, അതായത് എൻകോഡിങ് എന്താണ്, ഡീകോഡിങ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് എൻകോഡിങ്ങും ഡീകോഡിങ്ങും മാറാൻ പാടില്ല. ചില സമയത്ത് ഇതിന്റെ സീക്വൻസ് ചോദിക്കും. സീക്വൻസ് ചോദിക്കുന്ന സമയത്ത് എൻകോഡിങ്ങിന്റെ അടുത്ത് ചിലപ്പോൾ ഡീകോഡിങ് ആയിരിക്കും തരിക. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം അത് തെറ്റാണെന്നുള്ളത്. സോ അത്ര മാത്രമേ ഇവിടെ നമുക്ക് മനസ്സിലാകാനുള്ളൂ. സെൻഡർ ഐഡിയ മെസ്സേജ് എൻകോഡ് ചെയ്യുന്നു, അതൊരു ചാനലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. റിസീവർ അത് ഡീകോഡ് ചെയ്യുന്നു, ഫീഡ്ബാക്ക് ചെയ്യുന്നു. ആൻഡ് ഇവിടെ ഞാനിവിടെ ഒരു വേർഡ് ഉണ്ട്, നോയിസ് എന്നുള്ളത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഈ പറയുന്ന നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു 8 ടേം ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാ? 8 കമ്പോണൻസ് എന്ന് പറഞ്ഞ സെൻഡർ. സെൻഡർ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ ഞാനാണ് സെൻഡർ, ഒറിജിനേറ്റർ ഓഫ് ദ മെസ്സേജ്. എനിക്കാണ് മെസ്സേജ് കൺവേ ചെയ്യാനുള്ളത്. സോ ഐ ആം ദ സെൻഡർ. മെസ്സേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻഫർമേഷൻ ഓർ ഐഡിയ ബീങ് കമ്മ്യൂണിക്കേറ്റഡ്. ഫോർ എക്സാമ്പിൾ, കമ്മ്യൂണിക്കേഷൻ ചാപ്റ്റർ നമ്മൾ പഠിക്കുകയാണ്. Encoding, convert the message into symbols, word, gesture, etc. Then channel, medium through which message passes. In receiver നിങ്ങൾ സ്റ്റുഡൻസ് ആണ്, the one who gets message. അടുത്തത് ഡീകോഡ് ചെയ്യാണ്, നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യാണ് ഇതിന്. അതിനുശേഷം ഫീഡ്ബാക്ക് തരുന്നു. അതിനുശേഷം നോയിസ്. നോയിസ് എന്ന് പറയുന്നത് എനി ഇന്റർഫറൻസ് ഓർ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ. അതായത് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും ബാരിയേഴ്സ്, അതായത് എഫക്റ്റീവ് ആവാണ്ടിരിക്കാൻ, ലൈക്ക് ആവാതിരിക്കുന്ന എന്തെങ്കിലും ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ നോയിസ് എന്ന് പറയും. ഓക്കെ, നമ്മൾ ഇൻ ജനറൽ ടേം നോയിസ് എന്ന് പറയുന്ന സമയത്ത് ഈ പറയുന്ന സൗണ്ട് വരുന്ന മാത്രമല്ല ഉണ്ടെങ്കിലും, കമ്മ്യൂണിക്കേഷന്റെ കോണ്ടെക്സ്റ്റിൽ നോയിസ് എന്ന് പറയുന്നത് എന്താണോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആക്കാത്തത്, എന്താണോ അതിനെ ഇന്റർഫിയർ ചെയ്യുന്നത്, അതൊക്കെ നോയിസ് ആണ്. അതിന്റെ കാറ്റഗറീസ് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ പഠിക്കും. സോ ഈ ഒരു 8 കാര്യങ്ങൾ എന്താണെന്നുള്ളത് വളരെ വൃത്തിക്ക് നമുക്ക് മനസ്സിലായിരിക്കണം. അതായത് നമുക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാകണം. ഇത് ബൈ ഹാർട്ട് ഇങ്ങനെ ഓക്കെ സെൻഡർ ഇസ് ദെയർ മെസ്സേജ് ഇങ്ങനെ ഓർഡറിൽ ഞാൻ പഠിക്കണം എന്നൊന്നും പറയില്ല. ജസ്റ്റ് എന്താണ് ഈ വേർഡ്സ് മീൻ ചെയ്യുന്നത് എന്ന് മാത്രം പഠിച്ചു വെക്കുക. ഇങ്ങനെ ബൈ ഹാർട്ട് പഠിച്ചു പോകേണ്ട ഒരു സംഭവമല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, വളരെ ജനറിക് ആയിട്ട് ഭയങ്കര കോമൺ സെൻസ് ഉപയോഗിച്ച് ക്രാക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇങ്ങനെ ബൈ ഹാർട്ട് പഠിക്കേണ്ട. നിങ്ങൾ സെൻഡർ എന്താണ്, ഈ ഓരോ വേർഡും, അതായത് ഇപ്പൊ ഡീകോഡിംഗ് എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കണം അത് അടുത്ത കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് കേട്ട ആൾ, അതായത് റിസീവർ അതെങ്ങനെ മനസ്സിലാക്കുന്നു, അതാണ് ഡീകോഡിംഗ്. അതായത് ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഡീകോഡിംഗ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതാണ് ഈ പറയുന്ന 8 കമ്പോണൻസ്. സോ ഇവിടെയാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആൻഡ് ദിസ് 8 കമ്പോണൻസ്. ഇതിൽ ഈ 8 കമ്പോണൻസ് എന്താണെന്നുള്ളത് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സ്ലൈഡിൽ. പിന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. When communication for educational purpose take place, the sequence of element is. ഇവിടെ വേറൊരു സോഴ്സ് ഉണ്ട്. സോഴ്സ് തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ നേരത്തെ പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ മിസ് ആണ്. അത് കുഴപ്പമില്ല, ഫസ്റ്റ് 3യിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ചെയ്തിട്ട് നേരത്തെ പോലെ തന്നെ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാം. പറഞ്ഞിട്ടുണ്ടോ നിങ്ങള്? ഓക്കെ, ചാറ്റ് ബോക്സ് 1 1. ഓക്കെ,
വെരി ഗുഡ്. വൺ. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഈ ചാപ്റ്റർ ആയിട്ട് വളരെ ഫെമിലിയർ ആണ്. ഞാൻ ഭയങ്കര ബേസിക് എന്നാണോ പോകുന്നത്? എല്ലാ ആൻസേഴ്സും കറക്റ്റ് ആയിട്ടാണല്ലോ വരുന്നത്? ഇത് കഴിഞ്ഞ ഒരു ഫീഡ്ബാക്ക് തരണേ, ഏത് ലെവലാ വേണ്ടതെന്നുള്ളത്, സോ ദാറ്റ് ഐ ക്യാൻ പ്രിപ്പയർ അക്കോർഡിംഗ് ടു ദ നെക്സ്റ്റ് സെഷൻ. വെരി ഗുഡ്. ആൻസർ ഇസ് വൺ. ABCDE തന്നെയാണ്. സോഴ്സ് അത് എൻകോഡ് ചെയ്യുക, മെസ്സേജ് ചെയ്യുക, ഡീകോഡ്, ഫീഡ്ബാക്ക്. ഇവിടെ ഇത് നോക്കൂ. ഇതിലിപ്പോ നിങ്ങൾക്കില്ലേ ഫസ്റ്റ് വൺ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫോർ മീ ആണെങ്കിലും സോഴ്സ് ആണോ മെസ്സേജ് ആണോ എൻകോഡ് ചെയ്യാണോ, ഇതാണ് ആദ്യം ഡൗട്ട്. എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നോക്കുക. എന്തായാലും ഫീഡ്ബാക്ക് ആണ് ലാസ്റ്റ്. അതായത് ഈ ലാസ്റ്റ് വേണം. ഈ ലാസ്റ്റ് അല്ലാത്ത ബാക്കി എല്ലാ ഓപ്ഷൻസ് അങ്ങ് എലിമിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിക്കാം. അതായത് ഫസ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ, അപ്പൊ ഫോർ മീ ചിലപ്പോൾ എന്റെ ക്വസ്റ്റ്യൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഡൗട്ടായി, മെസ്സേജ് ആണോ എനിക്ക് സോഴ്സ് ആണോ എന്നുള്ളത്. അപ്പൊ നമ്മൾ നേരെ എൻഡിലോട്ട് പോവാം, റിവേഴ്സ് ചെയ്യാം. ഇത് നമ്മൾ ഇങ്ങനെ സീക്വൻസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ബാധകാട്ടോ. അല്ലെങ്കിൽ ഇപ്പോ നിങ്ങൾ ഇയേഴ്സ് മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരില്ലേ, ഇയേഴ്സ് മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇയർ ആയിരിക്കും നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇയറും കൃത്യമായിട്ട് അറിയില്ലായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും, ഓക്കെ ഇൻഡിപെൻഡൻസിന് ശേഷമാണ് ഇന്നത് ഉണ്ടായിരിക്കുന്നത്, അതായത് 1947 ശേഷം മാത്രമേ ഇങ്ങനത്തത് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ സീക്വൻസിനെ അങ്ങനെ അറേഞ്ച് ചെയ്യാൻ നോക്കുക. അതും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇപ്പൊ ഈ പറയുന്ന പോലെ ഇയേഴ്സ് മാച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ പറയുന്ന എലമെന്റ്സ് മാച്ച് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ക്വസ്റ്റ്യൻ ഞാൻ ഇതിൽ പറഞ്ഞല്ല. സോ അങ്ങനത്തെ ഒരു അപ്രോച്ച് എടുക്കുക. ഇനി അടുത്ത് വരുന്നത് നോയ്സ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ നോയ്സ് നോയ്സ് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന്. നോയ്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്റർഫിയറൻസും കമ്മ്യൂണിക്കേഷൻ. ഞാൻ ഇപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്ട്, അതായത് ഒരു മെസ്സേജ് ഒരു സെൻഡർ റിസീവർക്ക് എടുത്ത് അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നതിലുള്ള എനി കൈൻഡ് ഓഫ് ഇന്റർഫിയറൻസ് നോയ്സ് ആയിട്ടാണ് പറയുന്നത്. നോയ്സ് എന്ന് പറഞ്ഞ സമയത്ത് സൗണ്ട് എന്നുള്ള മാത്രം മീനിങ് പോരാ, ഇനി മുതൽ ഇത് മാത്രം വേണം. ഇത് തരത്തില് 4 തരത്തിലുള്ള കാറ്റഗറീസ് ഉണ്ട്. നമുക്കിത് എന്തൊക്കെയാണെന്നും അതിന്റെ അണ്ടറിൽ എന്തൊക്കെയാ വരുന്നതെന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. ഇല്ല, എനിക്ക് തോന്നുന്നു ഇതിൽ ഈ സെമാൻറ്റിക് നോയ്സ് മാത്രമേ ഒരു ടെക്നിക്കൽ വേർഡ് ആയിട്ട് തോന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഡെയിലി കേൾക്കുന്നതാ. ഫിസിക്കൽ നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ എക്സാക്ട് നോയ്സ്, വേർഡ് മീനിങ് ഓഫ് നോയ്സ് ഉണ്ടല്ലോ, അതായത് ട്രാഫിക്, ഹോൺസ്, അതായത് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫിസിക്കൽ നോയ്സ് എന്ന് പറയും. എക്സാമ്പിൾ പുവർ ലൈറ്റിംഗ്. ഇപ്പൊ ഈ പറയുന്ന സമയത്ത് ഞാൻ വീഡിയോ ഓൺ ആക്കുന്ന, ഞാൻ സംസാരിക്കുന്ന സമയത്ത് എന്നെ കാണുന്നില്ല, നിങ്ങൾക്ക് ഇവിടുത്തെ ലൈറ്റ് ഓഫ് ആണെങ്കിൽ അതൊരു തരം നോയ്സ് ആണ്. അത് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആണ്. നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ എഫക്ട്, നമ്മുടെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവുന്നതിന് അത് തടസ്സപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതൊരു തരം നോയ്സ് ആണ്, ഫിസിക്കൽ നോയ്സ്. ഫസ്റ്റ് വൺ. രണ്ടാമത് ഫിസിയോളജിക്കൽ നോയ്സ്. നോക്കണം, ഫിസിയോളജിക്കൽ നോയ്സ് എന്ന് വെച്ചാൽ നമ്മള്, അതായത് കമ്മ്യൂണിക്കേറ്റർക്കോ സെൻഡർക്കോ ഉള്ള ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് കാരണം വരുന്നത്. അതായത് ഇപ്പോ ഞാൻ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് നല്ല എന്താ പറയാ വിശപ്പുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറ്റും, തലവേദന ഉണ്ട്, നിങ്ങൾ ഈ പറയുന്ന പോലെ ഫിസിക്കലി ഇല്ലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഇവിടെ നടക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, ബട്ട് അത് എഫക്റ്റീവ് ആണോ? അല്ല. അവിടെ ഒരു ബാരിയർ പോലെ വരുന്നുണ്ട്. ആ ഒരു ഇതിനെയാണ് ഫിസിയോളജിക്കൽ നോയ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സൈക്കോളജിക്കൽ നോയ്സ്. സൈക്കോളജിക്കൽ നോയ്സും, ഇപ്പൊ ഞാൻ സ്ട്രെസ്ഡ് ആണ്, അല്ലെങ്കിൽ എനിക്ക് എനിക്ക് അല്ലെങ്കിൽ എന്താ പറയാ, ഇല്ല നിങ്ങളുടെ ലേണേഴ്സുമായിട്ട് എനിക്ക് ലൈക്ക് ഓൾറെഡി ഞാൻ എന്തോ ഒരു പ്രീ ഓക്യുപ്പൈഡ് മൈൻഡിൽ വരികയാണ്, പ്രജുഡീസ് ഉണ്ട്. സോ അക്കോർഡിംഗ് ടു ദാറ്റ് ഞാൻ പറയുന്ന കമ്മ്യൂണിക്കേഷൻ രീതിയും എല്ലാം മാറും. അതൊരു തരത്തിൽ നമ്മുടെ എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആവില്ല. ഈ പറയുന്ന നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് വരും ഞാൻ അങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ. അതായത് സൈക്കോളജിക്കൽ നോയ്സ് സെയിം അപ്ലൈ ടു ദ റിസീവർ ഓൾസോ. റിസീവർ സ്ട്രെസ്സിലോ അഗ്രഷനിലോ പ്രജുഡിസിലോ ആണെങ്കിൽ അവിടെ അതൊരു ബാരിയർ ആയിരിക്കും, ഒരു ഇന്റർഫറൻസ് ആയിരിക്കും. സോ ഈ മൂന്നും വളരെ ജനറിക് ടേം ആണ്, ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കൽ. ബട്ട് ഈ സെമാൻറ്റിക് നോയ്സ് എന്ന് പറയുന്നത് മേ ബി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ഫസ്റ്റ് ടൈം പഠിക്കുന്നവരാണെങ്കിൽ കേട്ടിട്ടുണ്ടാവില്ല. ഈ സെമാൻറ്റിക് നോയ്സ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ജാർഗൺ, ജാർഗൺ ഇറ്റ്സെൽഫ് ജാർഗൺ, ടെക്നിക്കൽ ലാംഗ്വേജ് ഉണ്ടാവുമല്ലോ. അതായത് ഫോർ എക്സാമ്പിൾ ഡോക്ടേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾക്ക് മനസ്സിലാവില്ല. അവർ നമ്മളിപ്പോ പനിയാണ് തലവേദനയാണെന്നുണ്ടെങ്കിലും അവർ സംസാരിക്കുന്നത് അവരുടേതായ ഒരു വേർഡ്, ലൈക്ക് എന്താ പറയാ വേർഡ്സിലും ഇതിലും ഉണ്ടാവും. അങ്ങനെ ആ ടെക്നിക്കൽ ലാംഗ്വേജിനെയാണ് സെമാൻറ്റിക് നോയ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോ ഞാൻ വളരെ ടെക്നിക്കൽ ആയിട്ട്
ബേസിക് ആയിട്ട് എന്താ പറയാ വളരെ ടെക്നിക്കൽ ആയിട്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത് എന്ന് വിചാരിച്ചോ. നിങ്ങൾക്ക് ഈ ടെക്നിക്കൽ വേർഡ്സ് ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് മര്യാദയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ആവില്ല. അങ്ങനെ ഉണ്ടാകുന്ന ഇന്റർഫറൻസിനെയാണ് നമ്മൾ സെമാൻറ്റിക് നോയ്സ് എന്ന് പറയുന്നത്. ഈ സെമാൻറ്റിക് എന്നുള്ളതിന്റെ വേർഡ് മീനിങ് ഒന്ന് നോക്കി വെക്കുക. എവിടെ കണ്ടാലും നമുക്ക് ഈ ഒരു ജാർഗൺ ടെക്നിക്കൽ ലാംഗ്വേജ് എന്നുള്ള ഒരു ആസ്പെക്ട്സിലേക്ക് മാറുക. സോ 4 ടൈപ്പ് ഓഫ് നോയ്സ് ഉണ്ട്: ഫിസിയോളജിക്കൽ നോയ്സ്, ഫിസിക്കൽ നോയ്സ്, സൈക്കോളജിക്കൽ നോയ്സ് ആൻഡ് സെമാൻറ്റിക് നോയ്സ്. ഈ നോയ്സ് ഈ ഒരു കാറ്റഗറി പഠിച്ച് ലൈക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്തു വെക്കാട്ടോ. ചില സമയത്ത് ഇവര് ഓപ്ഷൻ തന്നിട്ട് പറയും ഓക്കെ, ഓപ്ഷൻ തന്നിട്ട് പറയും ഇത് സൈക്കോളജിക്കൽ, ഫോർ എക്സാമ്പിൾ സെമാൻറ്റിക് നോയ്സിന് എക്സാമ്പിൾ തന്നിട്ട് പറയും ഇത് സൈക്കോളജിക്കൽ നോയ്സ് ആണ്, അല്ലെങ്കിൽ ഫിസിക്കൽ നോയ്സിന്റെ എക്സാമ്പിൾ തന്നിട്ട് പറയും ഇത് സൈക്കോളജിക്കൽ നോയ്സ് ആണ്. സോ അപ്പൊ നമുക്ക് ഇത് ഏത് കാറ്റഗറിയിൽ പെടുന്ന നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞില്ലേ, ഇത്രയും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും, ഭയങ്കര ടഫുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ടഫുള്ള ക്വസ്റ്റ്യൻസ് ഇന്ന് ഞാൻ അധികം ഉൾപ്പെടുത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. സോറി, ഇത് ആൻസർ ഓടെ ഞാൻ വെച്ചിട്ടുണ്ടാണല്ലോ. സോറി സോറി, ബട്ട് ഓൾറെഡി നിങ്ങൾക്ക് ആൻസർ അറിയാലോ, അത്ര വലിയ ടഫ് അല്ല. എനിക്കറിയാം എല്ലാവരും ഇത് കറക്റ്റ് ആക്കുന്നത്. അനദർ ടേം കോമൺലി യൂസ്ഡ് ടു റെഫർ ദ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ്. ഇപ്പൊ ഇത് നോക്കൂ, 4 വേർഡും വളരെ നമ്മളിപ്പോ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞില്ലേ, നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് ഇംഗ്ലീഷ് നോളജ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാന്നുള്ളത്, അത് മാത്രം പോരാ എന്നുള്ളത് തെളിയിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. കാരണം ബേസിക് ആയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ എന്താന്നുള്ള ഒരു ഐഡിയയും കൂടെ വേണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം കാരിയർ ആണെങ്കിലും ട്രാൻസ്പോർട്ടർ ആണെങ്കിലും വെഹിക്കിൾ ആണെങ്കിലും ചാനൽ ആണെങ്കിലും സിമിലർ മീനിങ് ആണ്. സോ ഇവിടുന്ന് നമ്മൾ ലോജിക് ഉപയോഗിച്ചിട്ട്, അതായത് ഈ ചാപ്റ്ററിൽ എന്താ ഉള്ളതെന്ന് പോലും ഒന്നും അറിയാണ്ട് നമുക്ക് ഈ ഒരു ആൻസർ ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് അറിയുമെങ്കിൽ, ബേസിക് ആയിട്ട് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് അറിയുമെങ്കിൽ, ഇത് കണ്ടില്ലേ, മെസ്സേജ് സെൻഡ് ത്രൂ എ മീഡിയത്തിന് ചാനൽ എന്നാണ് പറയാ. എല്ലായിടത്തും ചാനൽ എന്നാണ് റെഫർ ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ്സ് ദ ആൻസർ. അടുത്ത ഒരു ക്വസ്റ്റ്യൻസ് നോയ്സ് ആയിട്ടുള്ളതാണ്. ഇതൊന്ന് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യോ. വളരെ ഈസിയാണ്. നമ്മളൊന്ന് ഈ കുറെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഭയങ്കര കുറെ വേർഡ്സ് ഒന്നും കണ്ടിട്ട് ആരും നോക്കണ്ട. ഓക്കെ ഓക്കെ, വരുന്നുണ്ട്. ബി വരുന്നുണ്ട്, ഡി വരുന്നുണ്ട്. ഓക്കെ, വേറെന്താ? രണ്ടുപേരേ ഉള്ളൂ. ഡി ഓക്കെ. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ് ആൻഡ് മോസ്റ്റ്ലി ഡി ആണ് വന്നത്. ബിയും വന്നിട്ടുണ്ട്. ആൻസർ എ ആണ്. എനിക്കറിയാം എന്താ ലോജിക്കലി വർക്ക് ആയിട്ടുണ്ടാവാന്ന്. മേ ബി ഞാനും ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇത് ചെയ്യുമായിരുന്നു. എവറി ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കണ്ടെയ്ൻസ് നോയ്സ്. കുറച്ച് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് യൂഷ്വലി ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒഴിവാക്കാൻ നോക്കും. ഭയങ്കര എക്സ്ട്രീം ആണ്, കാൺ ബി ലൈക്ക് ഭയങ്കരത്തിൽ അർത്ഥം മുറിച്ചില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കും. പക്ഷെ ആ ഒരു ലോജിക്ക് തെറ്റാവുന്ന ഇതും വരാം. എവറി ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കണ്ടെയ്ൻസ് നോയ്സ്. നോയ്സ് ഇൻ എ കമ്മ്യൂണിക്കേഷൻ കനോട്ട് ബി എലിമിനേറ്റഡ് കംപ്ലീറ്റ്ലി ബട്ട് ക്യാൻ ബി റിഡ്യൂസ്ഡ്. ഇത് ഒരു ജനറൽ ഇതാണ്. നമ്മൾ എല്ലാ തരം കമ്മ്യൂണിക്കേഷനിലും എന്തെങ്കിലും തരത്തിലുള്ള നോയ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, ബട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ആൻസർ വരിക. എബോത്ത് 1 and 2 ആർ ട്രൂ. ആക്ച്വലി ട്രൂ. നമുക്കത് ട്രൂ അല്ല എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി 100% എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കാം. പക്ഷെ അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ 100% എഫിഷ്യൻസി സ്മിത്ത് നമ്മൾ പറയില്ലേ, എങ്ങനെ നോക്കിയാലും നമുക്ക് 90% മാത്രമേ എത്താൻ പറ്റൂ. 90, 91. ഈവൻ നമ്മുടെ ജനറേറ്റർ ഒക്കെ കാണില്ലേ, നമ്മൾ എത്ര ശ്രമിച്ചാലും അവിടെ എന്തെങ്കിലും ഒരു വേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെയാണെന്ന് വിചാരിച്ചാൽ മതി. സോ ആൻസർ ഇസ് എ. ബട്ട് ഇത് ആർക്കെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ ഇത് എന്താ പറയാ, വിഷമിക്കൊന്നും വേണ്ട. കാരണം ഇങ്ങനത്തെ തെറ്റൊക്കെ പറ്റാം. നമ്മള് ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങും ബേസിക് നോളജിനും ഒക്കെ എതിരായിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു 1-2 ക്വസ്റ്റ്യൻസ് തെറ്റാവുന്നത് ഇങ്ങനത്തെ ഒരു 150 ക്വസ്റ്റ്യനിൽ 1-2 ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉള്ളത് വളരെ സ്വാഭാവികമാണ്. അത് ഓക്കെയാണ്. ഓക്കെ,
സോ ദിസ് ഇസ് ദ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ് കമ്മ്യൂണിക്കേഷൻ, അതിലെ എലമെന്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ ബേസിക് ആയിട്ടുള്ള ടേംസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത്. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ക്ലാരിഫൈ ചെയ്ത് പോവാം. എനി ഡൗട്ട്? ഓക്കെ, നിങ്ങൾക്ക് ഓഡിയോ ഓൺ ആക്കാൻ കേട്ടോ, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, നോ ഡൗട്ട്. വേറെ ആർക്കെങ്കിലും? ഞാൻ പേരൊന്നും വിളിക്കണ്ടല്ലോ. ഓക്കെ, വളരെ ബേസിക് ആണ്, ഇവിടെ ഡൗട്ട് വരാനുള്ള വലിയ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾക്ക് എന്നാ പിന്നെ ഒരു സെക്ഷനും കൂടെ നമുക്ക് കുഞ്ഞ് ലൈക്ക് ഒരു വിത്തിൻ 5 സെക്ഷൻ നമുക്ക് ഓൾ പേപ്പർ കവർ ചെയ്യേണ്ടതുള്ളത് കൊണ്ട് നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. സോ ഇത് കഴിഞ്ഞ ഫസ്റ്റ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വരുന്നതാണ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ടൈപ്പ് ലൈക്ക് അനദർ സബ്ജക്ട് നമ്മുടെ സിലബസിലുള്ള ഒരു വേർഡ് തന്നെയാണ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ 4 തരത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഈ 4 തരത്തിൽ അതിന്റെ അണ്ടറിലും സബ് കാറ്റഗറീസ് ഉണ്ട്. സോ ഈ ഒരു 4 കാറ്റഗറിയാണ് ഇപ്പൊ എഴുതിയിട്ടുള്ളത്. ഒന്നാമത്തെ ബേസ്ഡ് ഓൺ റിലേഷൻഷിപ്പ്, അതായത് ഈ പറയുന്ന സെൻഡർ റിസീവർ റിലേഷൻഷിപ്പ് അനുസരിച്ചിട്ട് എന്താണ് നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇന്റർപേഴ്സണൽ ഓർ ഡയാഡിക്, അതായത് ഇന്റർപേഴ്സണൽ ഓർ ഡയാഡിക് നമ്മൾ പഠിക്കുക അത് എന്താണെന്നുള്ള. ഇൻട്രാപേഴ്സണൽ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, മാസ് ഓർ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ. ഇതാണ് ബേസ്ഡ് ഓൺ റിലേഷൻഷിപ്പ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത് ബേസ്ഡ് ഓൺ ചാനൽ നമ്മൾ ചെയ്തിട്ടുള്ളത് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കുഞ്ഞിലെ തൊട്ട് ഡിഗ്രിക്ക് തൊട്ട് കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നുണ്ടെങ്കിൽ ഇവൻ ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ് പഠിച്ചത്. അവിടെയൊക്കെ ഉണ്ടാവും നമ്മൾ ഈ പഠിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഒരു ചാപ്റ്റർ ഉണ്ടാവും, അതിന്റെ ഇടയിൽ നമ്മൾ വെർബൽ നോൺ വെർബൽ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഇൻ ഡെപ്ത് ഒന്നും എനിക്ക് എടുക്കാനുള്ള ഒരു ഇതും ഇല്ല. അതായത് മറ്റു പേപ്പറിലുള്ള പോലെ ഇപ്പൊ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനുള്ള പോലെ കുറെ കണ്ടന്റ് എനിക്ക് തരാനും ഇല്ല, കുറെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനും ഇല്ല. സോ അതുകൊണ്ട് ബേസിക്കലി ഇത് ഈസിയാണ് ഈ ചാപ്റ്റർ. സോ അടുത്തത് ബേസ്ഡ് ഓൺ ടൈപ്പ് ആൻഡ് സ്റ്റൈല്, എന്താണ് ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും. എന്താണ് ഫോർമൽ എന്താണ് ഇൻഫോർമൽ എന്ന് നമുക്കറിയാം. അതിന്റെ അണ്ടറിൽ എന്തൊക്കെ വരും എന്നുള്ളത് നോക്കാം. അതിന്റെ അണ്ടറിൽ കുറച്ച് സബ് കാറ്റഗറീസ് ഉണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് ഇനി ഫോർമലിന്റെ അണ്ടറിൽ സബ് കാറ്റഗറീസ് വരും, ഇൻഫോർമലിന്റെ അണ്ടറിലും സബ് കാറ്റഗറീസ് വരും. അത് പഠിക്കാൻ ഇമ്പോർട്ടന്റ് ആണ്, അത് നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. അടുത്ത ബേസ്ഡ് ഓൺ ഡയറക്ഷൻ, അതായത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഹൊറിസോണ്ടൽ ഓർ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനെ കമ്മ്യൂണിക്കേഷന് ബേസ്ഡ് ഓൺ ഡിഫറെന്റ് ക്രൈറ്റീരിയ ഡിഫറെന്റ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതാണ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ഞാൻ ഈ പി പി ടി എന്ന് പറയുന്നത് ചിലതെന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ഒറ്റ സ്ലൈഡിൽ എല്ലാം ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഇതൊരു റിവൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇതിങ്ങനെ എടുത്തു നോക്കുന്ന സമയത്ത് ഒറ്റ പേജിൽ നിങ്ങൾക്ക് എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരു പിക്ചോറിയൽ മെമ്മറി കിട്ടും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഞാനത് ഇട്ടിട്ടുള്ളത്. എനിക്കറിയാം ചില സമയത്ത് ഇങ്ങനെ പി പി ടി ക്രൗഡഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറവാവാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്കറിയാം. സ്റ്റിൽ ഞാൻ ഇത് എടുത്തത് ഒരു റിവിഷൻ പർപ്പസിലൂടെ അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഇത് കാണാൻ ഫസ്റ്റ് ഒരു ഒറ്റ ഇതിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഇങ്ങനത്തെ ഇതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് ഫീഡ്ബാക്ക് ആയിട്ട് തന്നാൽ മതി, ഞാൻ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാം. ബേസിക്കലി എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഒരു ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ലൈഡ് കണ്ടു കഴിഞ്ഞാൽ എന്റെ കോൺസെൻട്രേഷൻ പോവും. അങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ ആർക്ക് ഒന്ന് പറഞ്ഞാൽ മതി. ബട്ട് ഇത് നിങ്ങളൊരു റിവിഷൻ പർപ്പസിൽ ഞാൻ ഇങ്ങനെ വെച്ചോന്നേ ഉള്ളൂ. സോ ഇത് നോക്കി നോക്കുക, ഇതിൽ എന്താണ് എല്ലാം ബേസിക് ആയിട്ടുള്ളത് നോക്കുക. ഓൾമോസ്റ്റ് 1 hour ആവാറായി. എന്നാലും നമുക്ക് ഇന്ന് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എടുക്കാം. 1 minute. സോറി. ഓക്കെ, അപ്പൊ നമുക്ക് 1 hour ക്ലോസ് ചെയ്താലും കുഴപ്പമില്ല എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇതും ചെയ്തിട്ട് ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ആ പ്രീവിയസ് ഇയർ 5 questions ഒന്നും കൂടെ സോൾവ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്ന് നിങ്ങൾക്ക് എന്തായാലും ഈ ടോപ്പിക്കിൽ നിന്ന് ഒരു 10 question നിങ്ങൾ സോൾവ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഈ ടോപ്പിക്കുമായിട്ട് ഒരു ഫെമിലാരിറ്റിയും കൂടെ കിട്ടും. സോ ബേസ്ഡ് ഓൺ റിലേഷൻഷിപ്പ്
ഞാൻ വളരെ എലാബറേറ്റ് ആക്കാനൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ജസ്റ്റ് എന്താണെന്ന് മാത്രം പറയാൻ വേണ്ടിയിട്ട്, അതായത് വേർഡ് മീനിങ് എന്താണ് ഒരു എക്സാമ്പിൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലാസ് നോട്ട് പ്രൊവൈഡ് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അവിടെ ഉണ്ടാവും. ഇത് ഞാൻ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിക്കാം. സോ ടൈപ്പ് ബേസ്ഡ് ഓൺ റിലേഷൻഷിപ്പ് നാലായിട്ടുണ്ട്. ഇന്റർപേഴ്സണൽ അല്ലെങ്കിൽ ഡയാഡിക്, ഇന്റർ, ഇൻട്ര. നമ്മൾ ഭയങ്കര കണ്ടിന്യൂസ്ലി നമ്മൾ കേൾക്കുന്ന വേർഡാണ്. ഇന്റർ എന്ന് പറയുന്ന സമയത്ത് ബിറ്റ്വീൻ, ഇൻട്ര മീൻസ് വിത്തിൻ. ഇതാണ് ആ വേർഡ് തന്നെ. നിങ്ങൾ ഇവിടെ മാത്രമല്ല, ഇന്റർ, ഇൻട്ര വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാലും ബേസിക് ആയിട്ടുള്ള ഈ വേർഡ് മീനിങ് മനസ്സിൽ വരിക. സോ ഇന്റർപേഴ്സണൽ ഓർ ഡയാഡിക്. ഇന്റർപേഴ്സണൽ മീൻസ് ബിറ്റ്വീൻ ആവുന്ന സമയത്ത് ബിറ്റ്വീൻ രണ്ടാൾ വേണമല്ലോ, ഡയാഡിക് എന്നും പറയാം. സോ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പീപ്പിൾ, വൺ ഓൺ വൺ കോൺവെർസേഷൻ, അല്ലെങ്കിൽ എന്താ പറയുക ജോബ് ഇന്റർവ്യൂ, ഇതിനൊക്കെയാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ബിറ്റ്വീൻ രണ്ടാൾക്കാരുണ്ടാവും. ഇന്റർപേഴ്സണൽ എന്ന് പറയുന്ന സമയത്ത് അവിടെ രണ്ടാൾക്കാരുണ്ടാവും എന്നുള്ളത് ഷുവറായി മനസ്സിൽ ഫീഡ് ചെയ്ത് വെക്കുക. അടുത്തത് ഇൻട്ര. ഇൻട്രോ എന്ന് പറയുന്ന സമയത്ത് വിത്തിൻ വൺ സെൽഫ്, നമ്മുടെ ഉള്ളിൽ തന്നെ. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഈ ക്ലാസ്സിന് ശേഷം എന്റെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു, കൊള്ളായിരുന്നു, അല്ല ഞാൻ നല്ലതായിട്ട് ചെയ്തോ, ഞാൻ തന്നെ നമ്മൾ സംസാരിക്കില്ല, മൈൻഡ് വോയിസ്. ഓവർ തിങ്കേഴ്സിന് മനസ്സിലാവും ഈ പറയുന്ന ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഓവർ തിങ്കേഴ്സിനെ കണക്ട് ചെയ്താൽ മതി. ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് വളരെ എന്താ പറയാ, വളരെ യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടേം ആണ്. അപ്പൊ ഇൻട്രാപേഴ്സണൽ എന്ന് പറഞ്ഞാൽ അതാണ് കമ്മ്യൂണിക്കേഷൻ വിത്തിൻ വൺ സെൽഫ്. അതായത് സെൽഫ് ടോക്കിംഗ്, ജേർണലിംഗ് എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യമാണ് ഇൻട്രാ പേഴ്സണൽ എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ടു ഓർ മോർ ഇൻഡിവിജ്വൽ ചേർന്നിട്ട് കോമൺ പർപ്പസിന് വേണ്ടിയിട്ട്, അതായത് ടീം മീറ്റിംഗ്സ്, ക്ലാസ് റൂം. ഇപ്പൊ ഇത് നടക്കുന്നത് ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. കുറെ ആൾക്കാർ തമ്മിൽ ഒരു ക്ലാസ് റൂം ഡിസ്കഷനോ അങ്ങനത്തെ കാര്യങ്ങൾ. ആൻഡ് മാസ് ഓർ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ കീവേഡ് എന്ന് പറഞ്ഞാൽ ലാർജ് ആണ്. ഡിസ്പേഴ്സ്ഡ് ഓഡിയൻസ് ഉണ്ടാവും. എന്താ പറയാ, നമ്മുടെ മെസ്സേജസ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ആൾക്കാരുടെ അടുത്ത് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് മാസ് മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ. അവിടുത്തെ കീവേഡ് എന്ന് പറഞ്ഞാൽ ലാർജ് ആണ്. ലാർജ് മാസ് മീഡിയേറ്റഡ്, മാസ് മീഡിയ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. സോ ടി വി ബ്രോഡ്കാസ്റ്റ്, റേഡിയോ ഷോസ്, മീഡിയ പോസ്റ്റ്, ന്യൂസ് റിപ്പോർട്ട്സ്, ഇതൊക്കെ എന്താണ്, മാസ് മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇത് റിലേഷൻഷിപ്പ് വെച്ചിട്ട്, അതായത് എത്ര ആൾക്കാരുണ്ട് ആ ആൾക്കാരുടെ റിലേഷൻ എന്താണെന്ന് വെച്ചിട്ട് നമ്മൾ കാറ്റഗറി ചെയ്യുന്നതാണ് ഈ പറയുന്ന നാലെണ്ണം: ഇന്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാസ് മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു എവ്രി വൺ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇതിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. യെസ്, സി ദർ ഇസ് എ ക്വസ്റ്റ്യൻ. നോ, എല്ലാവരും എന്തായാലും ആൻസർ ചെയ്യുന്നത് എനിക്കറിയാം. നോ എന്ന് പറഞ്ഞത് ഡൗട്ട് ഇല്ല എന്ന് പറഞ്ഞതാണെന്നാണ് വിചാരിച്ചത്. ഓക്കെ, ക്ലിയർ മാം. ഓക്കെ, ബി. ഒബ്വിയസ്ലി ബി ആണ് ആൻസർ. നമ്മള് വളരെ ഡയറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാന്ന് പറഞ്ഞാൽ വളരെ ലെക്കാണ് കേട്ടോ. ഞങ്ങൾക്ക് ബേസിക് ആയിട്ട് വെച്ചതാ. നല്ല ടഫുള്ള ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാവും. നമുക്ക് വരും, ഇതിൽ വെക്കാം. നിങ്ങൾ വിചാരിക്കരുത് ഇത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇതുകൊണ്ട് വലിയ എഫേർട്ട് ഒന്നും ഇടണ്ടെന്ന് വിചാരിക്കരുത്. കുറച്ച് ടോപ്പിക് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല നേരത്തെ, സിലബസിൽ കാണിക്കാണ്ട് തന്നെയും അതിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. നമുക്ക് ബേസിക്കലി അത് രണ്ട് മൂന്ന് ടോപ്പിക്കാവും. ഒന്ന് പറയുന്നത് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ കമ്മ്യൂണിക്കേഷൻ മോഡൽസും, അതുപോലെ തന്നെ മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നല്ലോണം ക്വസ്റ്റ്യൻ വരും. അത് നമ്മൾക്കൊരു ടുവേർഡ്സ് ദ എൻഡ് നമുക്ക് എടുക്കാം. സോ ഇവിടെ ഒബ്വിയസ്ലി ആൻസർ ഇതാണ്. ഞാനിവിടെ ആൻസർ വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു. സോറി, ആൻസർ വെച്ചിട്ടില്ല. ആൻസർ ഇസ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ലെങ്തി ടോപ്പിക് ആണ്. നമുക്ക് ടൈം എടുക്കും. നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ഫിനിഷ് ചെയ്യാത്ത 5 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഐ തോട്ട് ടൈം ഇല്ലാന്ന് വെച്ചിട്ടാണ് ഞാൻ അന്ന് സ്കിപ്പ് ചെയ്തത്. ഇവിടെ തൊട്ടല്ലേ നമ്മൾ നോക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രൈ ചെയ്യുമോ? In terms of communication, storytelling is like performing a yeah. Okay, everyone, yeah, yeah, of course, it's yeah. ഇവിടെ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ മീനിങ് ഓഫ് ദ വേർഡ്സ് ആണ് ഇതിൽ. ബാക്കിയൊക്കെ എലിമിനേഷനും ചെയ്യാം നമ്മൾക്ക് ഇതില്.
സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു കൺഫ്രണ്ടേഷനിസ്റ്റ് ആക്ട് ആണോ? അല്ല. നമ്മൾ ആരെയും എന്താ പറയാ എതിർത്ത് സംസാരിക്കുന്നത് കോർപ്പറേറ്റ് ആക്ട് അല്ല. സീസണൽ ആക്ട് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഒബ്വിയസ്ലി അത് സോഷ്യൽ ആക്ട് ആണ്. സോ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത്, സോറി, ആൻസർ വിത്തിൻ ആൻസർ ആണ് അതുള്ളത്. സോറി, എനിക്ക് പി പി ടി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് വന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ആർ ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ? എന്തൊക്കെയാണ് മാസ് കമ്മ്യൂണിക്കേഷന്റെ ഫീച്ചർ ആയിട്ട് വരിക എന്നുള്ളത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കീവേഡ് എന്താ? മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ ഓപ്ഷൻസ് ആദ്യം വായിച്ചു വെക്കാം. സ്ട്രക്ചേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റം. എനിക്കറിയില്ല, മാസ് കമ്മ്യൂണിക്കേഷനിൽ സ്ട്രക്ചേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റം ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, മേ ബി. കോംപ്ലക്സ് പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ. പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ കോംപ്ലക്സ് ആണോ ഇല്ലയോ എന്ന് നോക്കാം. ഡൗട്ട്ഫുൾ ആണ് ഞാൻ. അടുത്ത സി, കമ്മോഡിഫിക്കേഷൻ ഓഫ് മെസ്സേജസ്. മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ മാസ് മീഡിയ എന്താ? ലൈക് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്യാം. മാസ് മീഡിയ എന്താ ചെയ്യുന്നത്? ഓഫ് കോഴ്സ് കമ്മോഡിഫിക്കേഷൻ ഓഫ് മെസ്സേജ്. അപ്പൊ ഞാൻ സി ഉള്ള ഓപ്ഷൻസ് തപ്പും ആദ്യം. അല്ലെങ്കിൽ അടുത്ത ഡിയിലേക്ക് ഞാൻ നോക്കും. പേഴ്സണലൈസ്ഡ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. പേഴ്സണലൈസ്ഡ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണോ മാസ് മീഡിയയിൽ വേണ്ടത്? ഞാൻ ഒരു പേഴ്സൺ ആയിട്ടല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, മാസ് പീപ്പിൾ ആയിട്ടാണ്, ലൈക് മെനി പീപ്പിൾ ആയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ഈ പറയുന്ന 1000 പേരിൽ 1000 പേരും പേഴ്സണലായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇമ്പോസിബിൾ. സോ ഡി ഞാൻ എലിമിനേറ്റ് ചെയ്യും. ഡി എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അല്ലെങ്കിൽ സി ഉള്ള ആൻസർ ഏതാന്ന് നോക്കുക. എന്നിട്ട് ഡി എലിമിനേറ്റ് ചെയ്ത് കിട്ടുന്ന ആൻസറിൽ സി ഉണ്ട്, കാര്യങ്ങൾ തീർന്നു. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് നോക്കുക. മാസ് കമ്മ്യൂണിക്കേഷൻ എന്താന്ന് പോലും ഐഡിയ ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. സോറി, ഞാൻ ആൻസർ അതിൽ തന്നെ അതൊന്ന് ഒഴിവാക്കാൻ വിട്ടുപോയി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. Sorry. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഗിവൺ സ്റ്റേറ്റ്മെന്റ്. എല്ലാവരും എ ആണ്. എ. ഓക്കെ. എനിക്ക് നിങ്ങൾ ഇതിന്റെ അവസാനം നിങ്ങൾ ടോട്ടൽ സ്കോർ ഒന്ന് ഇതുപോലെ ഗ്രൂപ്പ് ഇതിലിടോ. അപ്പൊ എനിക്ക് മനസ്സിലാവുമല്ലോ എത്ര പേർക്ക് ഇത് ഉണ്ട് എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഒബ്വിയസ്ലി എല്ലാവർക്കും ഇത് ശരിയാവുന്നുണ്ട്. ആൻസർ എ തന്നെയാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് ട്രൂ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും വളരെ ജനറിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി വന്നാൽ തന്നെ പാത്ത് ഓഫ് സിക് ടു ട്രൂ. ക്യാൻ ബി വരുമ്പോൾ തന്നെ ജനറിക് ആണ്. ഒരു ഒരു 80% സമയവും ജനറിക് സ്റ്റേറ്റ്മെന്റ് ശരിയാവാൻ, ഐ മീൻസ് ജനറിക് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ശരിയാവാനാണ് ചാൻസ്. അല്ലെങ്കിൽ തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ തെറ്റാവാനാണ്. ഒരു 80% കേട്ടോ. എപ്പോഴും പറയുന്നില്ല. ഇനി 100% എന്ന് ഞാൻ പറഞ്ഞിട്ട് അവസാനം നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ തെറ്റിച്ചിട്ട് എന്നെ ബ്ലെയിം ചെയ്യരുത്. പക്ഷെ ഒരു മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾക്ക് ശരിയാവെന്ന് തോന്നുന്നത്, അതായത് നിങ്ങളുടെ കോമൺ സെൻസിന് ഓക്കെ ആണെന്ന് തോന്നുന്നത് എല്ലാവരുടെ കോമൺ സെൻസിനും ഓക്കെ ആണെന്ന് തോന്നുന്നു. സോ അടുത്തത് കമ്മ്യൂണിക്കേഷൻ ക്യാൻ. അവിടെയാണ് കീവേഡ്, അതാണ് ക്യാൻ. ഓൾസോ ബി യൂസ്ഡ് ടു സപ്രസ് ട്രൂത്ത്. നമ്മൾ ചെയ്യാറില്ലേ? നമ്മൾ സത്യം മറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാറില്ലേ? നമ്മളത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയാണ്. ക്യാനേ പറഞ്ഞിട്ടുള്ളൂ, ഓൾവേസ് എന്ന് പറഞ്ഞിട്ടില്ല. സോ അതും ശരിയാണ്. നെക്സ്റ്റ് എട്ടാമത്തെ അല്ലേ ഇത്? 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പി പി ടി ഉണ്ടാക്കുമ്പോഴുള്ള മിസ്റ്റേക്സ് ആണ് അതൊക്കെ. In communication, personal meaning of information tends to be. ഓക്കെ, രണ്ട് ആൻസേഴ്സേ ഉള്ളൂ.
ഓക്കെ, ഡി ഉണ്ട്, സി ഉണ്ട് തോന്നുന്നു. സി പറഞ്ഞിട്ടുണ്ട്, ഡി ഉണ്ട്. ഓക്കെ, ഡി ആണ് മോസ്റ്റ്ലി വരുന്ന ആൻസർ. സോ ഡി ആണ്. സി ആരാണോ പറഞ്ഞത്, ലൈക്ക് അതിൽ നമ്മൾ കൺസെപ്റ്റിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കി വെച്ച എനിക്ക് തോന്നുന്നു നിങ്ങൾ റിസർച്ചിൽ പഠിച്ചിട്ടുണ്ടാവുന്ന കൺസെപ്റ്റ് ആണ് സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ബയാസ്നെസ് ഒക്കെ ഒഴിവാക്കിയിട്ട് വളരെ ജനറൽ ആയിട്ടുള്ള സംഭവം നമ്മൾ ഒബ്ജക്റ്റീവ് ആയിട്ട് അതിനെ നോക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ബയാസ്നെസ് ഒക്കെ വെച്ച് ഉള്ളതാണ് ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത്. സബ്ജക്ടിവിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണൽ എലമെന്റ്സും കൂടെ അതിൽ വരും. സോ പേഴ്സണൽ എലമെന്റ്സ് ആണ് പേഴ്സണൽ മീനിങ് ഓഫ് ഇൻഫർമേഷൻ ടെൻസ് ടു ബി സബ്ജക്റ്റീവ്. ഈ വേർഡ് നോക്കി വെക്കാട്ടെ, സബ്ജക്റ്റീവ്. ആരോ ഒരാൾ അത് സി പറഞ്ഞത് മേ ബി മിസ്റ്റേക്ക് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ കൺസെപ്റ്റിൽ എന്തോ ഒരു വ്യത്യാസം ഉണ്ട് എന്നുള്ളതാ. ബാക്കി ഡി പറഞ്ഞവർക്കൊക്കെ ആ കൺസെപ്റ്റ് കറക്റ്റ് ആണ്. സബ്ജക്ടിവിറ്റി എന്താണ്, ഒബ്ജക്ടിവിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പറ്റും. പേഴ്സണൽ മീനിങ് മീൻസ് സബ്ജക്റ്റീവ്. പേഴ്സണൽ മീനിങ് ഇല്ല, വിത്തൗട്ട് പേഴ്സണൽ മീനിങ് എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോക്കുക, ഇതിൽ നിങ്ങൾക്ക് സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവും കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് എയും ബിയും എന്താ മീൻ ചെയ്യുന്നതെന്ന് കൂടെ നോക്കുക. ക്രിട്ടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ ഒരു കാര്യത്തെ നമ്മൾ ഒരു സംശയാസ്പദമായി കാണുന്നു, ക്രിട്ടിക്കലി കാണുന്നു. ക്രിട്ടിക്കലി അനലൈസ് എന്നൊക്കെ നമ്മൾ എക്സാമിന് പറയില്ലേ. പാസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആക്റ്റീവ്, പാസീവ്. ആക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നമ്മൾ ആക്റ്റീവ്. പാസീവ് എന്ന് വെച്ചാൽ ഇൻ സബ്ജക്ട്, നമ്മൾ പാസീവ് ടെൻസും ആക്റ്റീവ് അത് പഠിക്കൂലേ, അതിന്റെ തന്നെ മീനിങ് ആണ്. സോ അതും കൂടെ നമ്മൾ നോക്കി വെക്കുക. ഇതിലൂടെ ആൻസർ വരുന്നത് ഡി, സബ്ജക്റ്റിവിറ്റി ആണ്, സബ്ജക്റ്റീവ് ആണ് ആൻസർ വരിക. അടുത്തത് ഓക്കെ, എ ആണ്. വെരി ഗുഡ്. ആൻസർ എ ആണ്. പറഞ്ഞ പോലെ രണ്ടുപേരെ പറഞ്ഞോളൂ, ബാക്കിയുള്ളവർ അത് തന്നെ പറയാന്ന് വിചാരിക്കുന്നു ഞാൻ. എ. ഇവിടെ ഇത് തന്നെയാ, ജനറിക് ആണ്. സംടൈംസ് എഫക്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിമ്പിൾ ആയത് അല്ലേ. സംടൈംസ് ആവാം. ഒരു അതിൽ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോശം തോന്നുന്നുണ്ടോ? ഇല്ല, നമ്മൾക്കൊക്കെ ആണ്. പിന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോണ്ടെക്സ്റ്റ്, വളരെ എന്താ പറയാ, അവരതിനെ ന്യായീകരിക്കാൻ നോക്കുന്നുണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോണ്ടെക്സ്റ്റ് എഫക്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ മെനി ടൈംസ് ആർ കോംപ്ലക്സ് ആൻഡ് കൺവല്യൂട്ടഡ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നോക്കുക. സംടൈംസ് അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോണ്ടെക്സ്റ്റ്, അതിനർത്ഥം അവർ ആൻസറിന് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള നോക്കുകയാണ്. ലൈക്ക് ആ പറയുന്ന കാര്യം ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില അത് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആവും, അത് തെറ്റാവും. അപ്പൊ അവര് ഇതിനെ എന്താ പറയുക, ജനറിക് ആക്കാൻ നോക്കുകയാണ്. അത് നോക്കുക, സംടൈംസ് എഫക്ട് ഓഫ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴേ നമ്മൾ ഒന്നാമത് 150 ക്വസ്റ്റ്യൻസ് 3 മണിക്കൂർ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് ചില ആൾക്കാർ ചിലപ്പോൾ ഈ ഫസ്റ്റ് സെഷൻ ലാസ്റ്റ് ചെയ്യുന്നവരുണ്ടാവാം, അതായത് പേപ്പർ 2 മൊത്തമായി ചെയ്തിട്ട് പേപ്പർ 1 ചെയ്യുന്നവരുണ്ടാവാം. അത് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ, പ്രത്യേകിച്ച് നമ്മൾ മുന്നേ എഴുതിയവർക്ക് അറിയാം, UGC നെറ്റിന്റെ എക്സാമിന്റെ സ്ക്രീൻ ഭയങ്കര കോംപ്ലക്സ് ആണ്. നമ്മൾ ഇങ്ങനെ തിരിക്കുക, ഇങ്ങനെ തിരിക്കുക, അങ്ങനത്തെ ഒക്കെ പണിയുണ്ടാവും. അങ്ങനത്തെ ഒക്കെ ടൈമിൽ നമ്മൾ മിസ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്. അപ്പോൾ നമ്മൾ എക്സാം ഹാളിൽ നമുക്ക് എപ്പോഴും വേണ്ടത് എന്താണ്, ആ പ്രസൻസ് ഓഫ് മൈൻഡും, എന്ത് വന്നാലും ഞാൻ ആ ക്വസ്റ്റ്യന് ഫോക്കസ് ചെയ്യും എന്നുള്ള ആ ഒരു മൈൻഡുമാണ് വേണ്ടത്. ഇപ്പൊ നിങ്ങൾ ഭയങ്കര ടയർഡ് ആയത് 3 മണിക്കൂറിൽ ലാസ്റ്റ് ഒരു 1.5 മണിക്കൂർ, അതായത് 2.5 മണിക്കൂറിന് ശേഷമാണ് ഈ ക്വസ്റ്റ്യൻസ് നോക്കുന്നുണ്ടെങ്കിൽ ഇത്ര ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ പറ്റൂല. അത് അങ്ങനെ നമുക്ക് പറ്റൂല, നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ പ്രിക്കോഷൻ എടുക്കുകയും വേണം. സോ എനിക്കിപ്പോ ഞാൻ അത്യാവശ്യം എഴുതിയിട്ടുള്ള എല്ലാ എക്സാമിൽ നിന്നുള്ള നോളജ് വെച്ച് നോക്കുമ്പോൾ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഹാഫ് ദ പ്രിപ്പറേഷൻ, ഹാഫ് എന്ന് പറയുന്നത് നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, നമ്മുടെ ലോജിക്ക്, നമ്മുടെ ലക്ക്, ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ്. എനിക്ക് അവർ എന്നെ ഇതിൽ അഗ്രി ചെയ്യുമായിരിക്കും. സോ നമ്മൾ ഈ ഹാഫ് പ്രിപ്പറേഷനോടൊപ്പം ആ നെക്സ്റ്റ് ഹാഫിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എലമെന്റും കൂടെ നമ്മൾ കൺട്രോൾ ചെയ്യണം, നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡും നമ്മുടെ ഫോക്കസ് ഒക്കെ. അപ്പൊ എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഭയങ്കര കൺജസ്റ്റഡ് ആയി തോന്നുന്ന സമയത്ത് കീവേഡ്സ്, അതായത് ഏതെങ്കിലും ഒരു വേർഡ് പിടിക്കാൻ നോക്കുക ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള. അതാണ് ഞാൻ നേരത്തെ ഇപ്പൊ ടിപ്പായിട്ട് പറഞ്ഞ ഫോക്കസ് ദ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഫീഡ്ബാക്സ് ഇമ്മീഡിയറ്റ് ഇൻ, അതായത്
ഫീഡ്ബാക്ക് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ഒരു കമ്മ്യൂണിക്കേഷൻ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം അത് എങ്ങനെയുണ്ട് എന്ന് നമ്മളോട് പറയുന്നത് ഫീഡ്ബാക്ക്. ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫീഡ്ബാക്ക് എടുക്കൂലേ, അതേപോലെ തന്നെ ആ ഫീഡ്ബാക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്നത് ഏതുതരം കമ്മ്യൂണിക്കേറ്ററിലായിരിക്കും? ഒന്ന് നോക്കിയാട്ടെ. ഇതില് ഒരു ആൻസർ സെലക്ട് ചെയ്യണം. അറ്റ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഏതായിരിക്കും എന്ന് വെച്ചാൽ ഫേസ് ടു ഫേസ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ക്ലാസ് റൂമിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചോ, ഈ ഒരു സ്ക്രീനിന്റെ ഒരു ബാരിയർ ഇല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വിത്ത് യുവർ ഫേഷ്യൽ എക്സ്പ്രഷൻ എനിക്ക് ഫീഡ്ബാക്ക് കിട്ടും. അപ്പോൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഇതിൽ ഫേസ് ടു ഫേസ് ആണ്. ബട്ട് ഇതിൽ നോക്കുക, അതല്ലാത്തത് നോക്കുക. പ്രിന്റും ബ്രോഡ്കാസ്റ്റിലൊക്കെ നമ്മൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടില്ല. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കേണ്ടത് ഇമ്മീഡിയറ്റ് ആണ്. ആ ഇമ്മീഡിയറ്റിലാണ് നമ്മൾ ഫേസ് ടു ഫേസ്. അല്ലെങ്കിൽ ടോപ്പ് ഡൗണിലും ചിലപ്പോൾ ഫീഡ്ബാക്ക് കിട്ടിയേക്കാം, ബ്രോഡ്കാസ്റ്റിലും ചിലപ്പോൾ ഫീഡ്ബാക്ക് കിട്ടിയേക്കാം. ബട്ട് ഇമ്മീഡിയറ്റ് എന്ന് അവിടെ അവർ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ആൻസറിന് വേണ്ടിയിട്ടാണ്, ഫേസ് ടു ഫേസ്. ആൻസർ പറഞ്ഞ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഗുഡ് ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി ഈസ് ദ ആൻസർ. സോ ഇന്ന് നമ്മള് ഒരു പത്തിൽ കൂടുതലല്ല, എത്രയാണ് നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻസ് ചെയ്തത്? 11. ഓക്കെ, ഒരു 15 ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. ഒരു 2 കൺസെപ്റ്റും പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കൂ എന്നോട്. ബാക്കി നമ്മൾക്ക് ഒറ്റ ദിവസം കൊണ്ട് കുറെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ട് നമുക്ക് അടുത്തത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാൻ തോന്നുന്നു. ഇത് കുറച്ചൊരു നമ്മൾ എന്താ പറയാ, ഫസ്റ്റ് നാളെ അടുത്ത ക്ലാസ്സിൽ ഒരു ഫസ്റ്റ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടും. സോ ഇതിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയോ. നിങ്ങൾ ഈ ഓഡിയോ അല്ലെങ്കിൽ ഡയാഡിക് ചാറ്റിൽ പറഞ്ഞാലും മതി. ഹലോ സർ, കേട്ടില്ല. ആരോ എന്തോ പറഞ്ഞു, എനിക്ക് കേട്ടില്ല, ക്ലിയർ ആയില്ല. ഒന്നും കൂടെ പറയോ. ഡയാഡിക് അങ്ങനെ എന്തോ ഒരു വേർഡ് പറഞ്ഞല്ലോ, അത് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ പേര് തന്നെയാണോ? വേറെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന് വേറൊരു പേരായിട്ടാണ് ഡയാഡിക് പറയുന്നത്. ഡയാഡിക് മീൻസ് ഡയാഡ്, രണ്ട് എന്നുള്ളതാണ് അർത്ഥം. അതായത് രണ്ട്, ബിറ്റ്വീൻ ടു പേഴ്സൺസ്. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതാ ഇവിടെ ഇന്റർപേഴ്സണൽ. അതിന് നമ്മൾ ഇപ്പൊ ചില സമയത്ത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ എന്നായിരിക്കും വരിക. അപ്പൊ നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഡയാഡ് നമ്മൾ പഠിക്കില്ല, ട്രൈ, ഡൈ, ആ ഒരു വേർഡിലേക്ക് കണക്ട് ചെയ്യുക. ഡയാഡിക് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പീപ്പിൾ ആണ് ആ വേർഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അനീസ് ആണെന്ന് ചോദിച്ചതെന്ന് തോന്നുന്നു. ഇൻ കമ്മ്യൂണിക്കേഷനിൽ മോസ്റ്റ്ലി ഇവർ ഇങ്ങനത്തെ എന്താ പറയാ വേർഡ്സിലാണ് അവർ കളിക്കുക. ആ വേർഡ്സിന്റെ മീനിങ് നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സബ്ലീമിനിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം പറഞ്ഞില്ലേ. ആ വേർഡ് സബിന് നമുക്ക് അണ്ടർലൈനിങ് ഉള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇനി ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഞാൻ പറയാം. അതുകൊണ്ടാണ് ഇവിടെ കൊടുത്തത് ഡയാഡിക് എന്നുള്ളത്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ അനീസ്. ഓക്കെ, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ 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 ഓക്കെ, ആ ഞാൻ ചാറ്റിൽ കണ്ടു. ഓക്കെ, ക്ലിയർ. വേറെ എന്തെങ്കിലും? വേറെ ഒരു ഡൗട്ടും ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് എനിക്ക് ടോട്ടൽ എത്ര 15 ക്വസ്റ്റ്യനിൽ എത്ര എണ്ണം ശരിയായി എന്നൊന്ന് ഗ്രൂപ്പിലിടോ, അല്ലെ സോറി ചാറ്റിലിടോ എല്ലാവരും. ഓക്കെ, 12. വെരി ഗുഡ്, വെരി ഗുഡ്. ബേസിക് ലെവലാണ്. ബേസിക് ലെവലിൽ പക്ഷെ നമ്മൾ 12 എണ്ണം ശരിയാക്കിയെന്ന് വെച്ചാൽ അർത്ഥം ബേസ് ശരിയാണെന്നുള്ളതാണല്ലോ. വെരി ഗുഡ്. നെക്സ്റ്റ്. ഓക്കെ, 10 അറ്റൻഡ് ചെയ്തു, 7 വെരി ശരിയാണ്. ലൈക് 70% ഉണ്ട്, നല്ലൊരു മാർജിൻ ആണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, UGC നെറ്റിൽ ഇതുവരെ നെഗറ്റീവ് മാർക്കും കൊണ്ടുവന്നിട്ടില്ല ആണല്ലോ. ഇപ്രാവശ്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ നമ്മൾ 150 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അതിലൊരു ട്രിക്ക് ഉണ്ട്. ഇല്ല, വെരി ഗുഡ്. സോ
ഇറ്റ്സ് ലൈക്ക് എന്റെ എന്റെ ഒരു ടെക്നിക്കാണ്. ഇത് എന്താ പറയാ, എത്രത്തോളം ഒതന്റിക് ആണെന്നൊന്നും അറിയില്ല, ബട്ട് എന്റെ ഒരു പേഴ്സണൽ ട്രിക്കാണ്. നിങ്ങൾ എല്ലാവരും 150 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആരും അങ്ങനെ സ്കിപ്പ് ചെയ്യാറില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. സ്കിപ്പ് ചെയ്യാതിരിക്കുമ്പോ തന്നെയും ഞാൻ ചെയ്യാറുള്ളത്, നമ്മള് സ്കിപ്പിൽ ഇപ്പൊ 150 ക്വസ്റ്റ്യനിൽ ഒരു പോട്ടെ ഒരു 75 ക്വസ്റ്റ്യൻസ് എനിക്ക് അറിയാവുന്നത് വെച്ചോ, ബാക്കി 75 ക്വസ്റ്റ്യൻ എനിക്ക് സീറോ ഐഡിയ ആയിരിക്കും. ഇവൻ സീറോ ഐഡിയ ആണെങ്കിൽ തന്നെയും അറ്റൻഡ് ചെയ്യുക. ഒന്നാമത്തെ സാധനം എന്ന് പറയുന്നത് അറ്റൻഡ് ചെയ്യുക. കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. സോ നമ്മൾക്ക് അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്താൽ നമുക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ. ഫസ്റ്റ് തിങ് അത്. ഇനി അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്കിപ്പോ ഒരു 75 ഷുവർ ഷോട്ട് ഉണ്ടെങ്കിൽ ഞാൻ അത് അറ്റൻഡ് ചെയ്ത് അവിടെ വെക്കുമല്ലോ. ഇനി ബാക്കി 75-ല് ഞാൻ ഈ പറയുന്ന ആദ്യത്തെ കാര്യങ്ങൾ നോക്കും. എലിമിനേറ്റ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വായിക്കും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ ഇടയിൽ എന്തെങ്കിലും വേർഡ് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കും. ഇങ്ങനെയൊക്കെ നോക്കും. നേരത്തെ പറഞ്ഞ ട്രിക്ക്, അതായത് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസിന്റെ ഫോക്കസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, അല്ലെങ്കിൽ എനിക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഒരു ഒരു എന്താ പറയുക, ഒരു 40 ക്വസ്റ്റ്യൻസ് അങ്ങനെ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ബാക്കി ഒരു എന്താ പറയാ, എത്ര ബാക്കിയുള്ളത്, 75-ല് 35, ആ 35 ക്വസ്റ്റ്യൻസ് ഒന്നും അറിയുന്നുണ്ടാവില്ല. അതിന്റെ ഇനിയിപ്പോ അഥവാ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിഞ്ഞാൽ പോലും എനിക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഞാൻ ഇൻക്ലൂഡിങ് പേപ്പർ 1 പേപ്പർ 2 ആണ് പറയുന്നത്. ഞാൻ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല, ഞാൻ പഠിച്ചിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ റാൻഡം ആയിട്ട് ABC കുത്തി വിടുമല്ലോ നമ്മള്. നമ്മൾ വെറുതെ ഗസ് ചെയ്യുന്നതാ. ഈ ഗസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ റാൻഡമായി കുത്തുന്നത്, നമ്മൾ ഒരേ ഓപ്ഷൻ കുത്താൻ നോക്കുക. ഐ മീൻ ഇപ്പൊ നിങ്ങൾ എ ആണ്, ഒന്നും അറിയാത്ത ഓപ്ഷൻ എ ആണ് കുത്തുന്നതെങ്കിൽ എല്ലാം എ കുത്താൻ നോക്കുക. ഞാൻ ഈ പറയുന്നത് ഒന്നും അറിയാത്ത, ഒരു ലോജിക്കോ ഒരു ടെക്നിക്കോ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത റാൻഡം ക്വസ്റ്റ്യന് എ. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ എന്റേത്, ഞാൻ ഫോർ മീ അനഗ ഫോർ എ എന്ന് പറഞ്ഞിട്ട് ലെക്ക് എ കുത്തുന്നു എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു 30 ക്വസ്റ്റ്യൻസ് എ കുത്തി എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഈ 30-ൽ ഒരു 10 മിനിമം നമുക്ക് ലെക്ക് ഉണ്ടെങ്കിൽ മോർ ദാൻ 20 എ ആൻസർ വരാൻ ചാൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ മിനിമം ഒരു 10 എ വരും. നിങ്ങൾക്ക് ആ ബാക്കി 20 ഒരു നഷ്ടമില്ല. നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്ട്രാ ബോണസ് ഈ 10 എന്ന് പറയുന്നത് നിങ്ങളെ ബോണസ് ആണ്. കാരണം നിങ്ങൾക്ക് ഒന്നും അറിയില്ല. നിങ്ങൾ ABCD റാൻഡം കുത്താൻ നോക്കിയിട്ട് കിട്ടുന്നത്, നിങ്ങൾ ഒരേ ആൻസർ കിട്ടുമ്പോൾ നിങ്ങളെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ റൈറ്റ് ആൻസർ ഇസ് ഹൈ. അങ്ങനെ സെയിം എനിക്ക് തോന്നുന്നു കുറെ പേര് ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്യാറുണ്ടെന്ന് എനിക്കറിയാം. ഇത് അങ്ങനെ അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇപ്പൊ ഒരാൾ എന്നോട് 10 മാത്രമേ അറ്റൻഡ് ചെയ്തുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞത് 15 15 അറ്റൻഡ് ചെയ്യാൻ നോക്കാം. ആ 5 ഒന്നും അറിയുന്നില്ലെങ്കിൽ ഈ 5 നിങ്ങൾ വേണമെങ്കിൽ സെയിം ആൻസർ കുത്തിക്കോ. ഇപ്പൊ എന്താണ്, ഡി ആണെങ്കിൽ ഡി, സി ആണെങ്കിൽ ഡി, സി ആണെങ്കിൽ സി കുത്തിക്കോ. അതിൽ ഏതെങ്കിലും ഒരു 2 ശരിയാവും. ആ 2 നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾ JRF ക്രാക്ക് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നെറ്റ് ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനത്തെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് അതൊരു പ്രോബബിലിറ്റി ആണ്. കാരണം 30 ആൻസറിൽ നിങ്ങളിപ്പോ ABCD എന്നിട്ട് റാൻഡം ആയിട്ട് കുത്തി കഴിഞ്ഞാൽ നിങ്ങൾ കുത്തുന്നത് ചിലപ്പോൾ എ കുത്തിയതിന്റെ ആൻസർ ഡി ആയിരിക്കും, ഡി കുത്തിയതിന്റെ ആൻസർ എ ആയിരിക്കും. അത് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ മൊത്തത്തിൽ എ ആണ് കുത്തുന്നതെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു 10 എ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഇങ്ങനത്തെ ഒരു ടെക്നിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, വളരെ ബേസിക് ആയിട്ട് അധികം പ്രിപ്പയർ ഒന്നും ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. ഈ പറയുന്ന ഒന്നും അറിയാത്ത ആൻസറിന് മാത്രം ഇത് എടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടെങ്കിൽ അതിൽ കുത്തരുത്, അങ്ങനെ പോകരുത്. അതായത് ഇപ്പൊ ഈ പറയുന്ന പോലെ വിത്തിൻ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആൻസർ ഞാൻ പറഞ്ഞ ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ഇതും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഐ ഹോപ്പ് ഇതിൽ കുറെ പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യുന്നതിൽ ഒരു ഐഡിയ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രണ്ണത്തിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവുന്നുണ്ട്. ഇത് നിങ്ങൾ UGC നെറ്റ് നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ടുവരുന്നിടത്തോളം മാത്രമേ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. നമ്മൾ വല്ലാണ്ട് നെഗറ്റീവ് മാർക്കിങ്ങിലേക്ക് പോയിപ്പോ. ജസ്റ്റ് എന്റെ ഒരു ടെക്നിക്ക് പറഞ്ഞു തന്നതാ. ഉപകാരം ഉള്ളവർക്ക് ഉപകാരപ്പെടും, അത്രേ ഉള്ളൂ. സോ വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. ഒരു 15 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, 2 കൺസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക്സ്. ഓക്കെ, അപ്പോ ഇങ്ങനത്തെ ഒരു ടെക്നിക്ക് അറിയാത്തവർക്കാണെങ്കിൽ ഇത് പുതിയൊരു അറിവാണെങ്കിൽ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ വിത്ത് JRF ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു PhD വേറൊരു പേപ്പറിന് PhD ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ക്വാളിഫൈ ചെയ്ത സമയത്ത് ഞാൻ അപ്ലൈ ചെയ്ത ലോജിക്കാണിത്. ഇങ്ങനത്തെ ലോജിക്കൊക്കെ കൂടി തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇത് ക്രാക്ക് ചെയ്യുന്നതും. സോ അപ്പൊ നമ്മൾ ഇതൊന്നും ഇങ്ങനത്തെ ഒരു ലോജിക് ഒന്നും അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ റേസിൽ ബാക്കിലാവുക എന്നുള്ളതല്ലാണ്ട് വേറെ ഒന്നുമില്ല. സോ ഇറ്റ്സ് പോസിബിൾ.
ഓക്കെ, നമുക്ക് അപ്പൊ ഇന്നത്തെ സെഷനിൽ ഞാൻ ഒന്ന് മൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ ഒരു 15 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ആ 15 ക്വസ്റ്റ്യൻ ചെയ്തതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഒന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആക്കുക. രണ്ടാമത്തത് ഇങ്ങനത്തെ കുറച്ച് ടെക്നിക്സ്, ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാനുള്ള ടെക്നിക്ക് പറഞ്ഞു തരിക എന്നുള്ളതും. ആഹ് ആഹ് പിന്നെന്താണ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ക്വസ്റ്റ്യൻസിന്റെ ടഫ്നെസ് ലെവൽ ഈ 15 ക്വസ്റ്റ്യൻ വളരെ ബേസിക് ആണ്, അധികം ടഫ് എന്നുള്ളതല്ല. സോ ഇതല്ല, ഇതിനേക്കാളും ഹയർ ഇതില് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എന്ന് നിങ്ങൾ മൈൻഡിൽ വെക്കുക. പിന്നെ 2 ടോപ്പിക് കവർ ചെയ്തിട്ടുണ്ട്. ടോപ്പിക് എന്ന് വെച്ചാൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ, അതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ലാറ്റിൻ വേർഡ് ടു കോമൺ എന്നുള്ള അത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ 8 കമ്പോണൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കമ്പോണൻസിന്റെ ഓരോന്നിന്റെയും മീനിങ് എന്താണെന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളത്, നോയ്സ് പഠിച്ചിട്ടുണ്ട്, ആൻഡ് ടൈപ്പ് ഓഫ് നോയ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. അതിലും ഇതുപോലെ തന്നെ സബ് കാറ്റഗറീസും അതിന്റെ അണ്ടറിൽ എന്തൊക്കെ വരാം, അതായത് ഫിസിയോളജിക്കൽ നോയ്സ് എന്തൊക്കെയാവാം, സൈക്കോളജിക്കൽ നോയ്സ് എന്തൊക്കെയാവാം, സെമാൻറ്റിക് നോയ്സ് എന്തൊക്കെയാവാം എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ പിന്നെ ഉള്ളത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ 4 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ബേസ്ഡ് ഓൺ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് നമ്മൾ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ 4 ഓരോന്നിനും സബ് കാറ്റഗറി ഉണ്ട്. അതിൽ ഒന്നാമത്തെ ബേസ്ഡ് ഓൺ റിലേഷൻഷിപ്പ് നമ്മൾ 4 പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ഇന്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ, പിന്നെന്തായിരുന്നു, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാസ് ഓർ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ. ഈ 4 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നാളെ വെർബൽ നോൺ വെർബലില് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. മീൻ നെക്സ്റ്റ് സെഷനിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. സോ ഇത്രയും ഇതിൽ ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, ഇല്ലെങ്കിൽ ലേറ്റർ ടെക്സ്റ്റ് ചെയ്തിട്ടും ചോദിക്കാം. ഞാൻ ഇതിനൊരു നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. വളരെ ബേസിക് ആയിട്ടുള്ള നോട്ടാണ്. നിങ്ങൾ ഇതിൽ സോൾലി അതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഈ പറയുന്ന പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ്ലി നമ്മൾക്ക് യൂസ്ഫുൾ ആവുക. അതൊന്ന് ട്രൈ ചെയ്ത്, അത് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. പിന്നെ എന്റെ നോട്ട്സ് ഒന്ന് റെഫർ ചെയ്യാം. PPTയും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് നമുക്ക് ലീവ് ചെയ്യാം. ഓക്കെ, താങ്ക്